അതിലെ ഫസ്റ്റ് കേസ് കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പോൾ നമ്മൾ സെക്ഷൻ 45 ഡിസ്കസ് ചെയ്തപ്പോൾ ചാർജബിലിറ്റി സെക്ഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്താണ് ആക്ച്വലി, അത് ക്യാപിറ്റൽ ഗെയിൻ ഇങ്കാണ്. അതുപോലെ സ്റ്റോക്ക് ഇൻ ട്രേഡിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് PGBP ഇങ്കാണ്. അത് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഇത് പരസ്പരം മാറിപ്പോകാതിരിക്കാനുള്ള ഒരു നോട്ടൊക്കെ ഞാൻ അന്ന് പറഞ്ഞു തന്നായിരുന്നു. എനിവേ, കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്, നിങ്ങൾ ബിസിനസ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസറ്റ് നിങ്ങൾ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ അസറ്റാണ്, ട്രാൻസ്ഫറാണ്. ഏത് വർഷമാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ വർഷം നമ്മൾ എന്ത് ചെയ്യണം, അത് ടാക്സ് പേ ചെയ്യണം, അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആയി ടാക്സ് ചെയ്യണം അതേ വർഷം. ഏത് വർഷം? ട്രാൻസ്ഫർ നടന്ന വർഷം. പക്ഷേ അങ്ങനെയല്ല പറയുന്നത്, അല്ലെങ്കിൽ അതാണ് ജനറൽ റൂൾ. പക്ഷേ കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മുടെ ജനറൽ റൂളിൻ്റെ ഒന്നാമത്തെ എക്സെപ്ഷൻ കേസാണ്. അപ്പോൾ ഇത് എക്സെപ്ഷൻ കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വർഷമാണോ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് അതേ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ട്രാൻസ്ഫറിനെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ ആ വർഷം ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ ഈ ക്യാപിറ്റൽ അസറ്റിനെ, നമ്മളെ ബിസിനസ്സിലെ അസറ്റിനെ നമ്മൾ സ്റ്റോക്കാക്കി മാറ്റി. അപ്പോൾ നിങ്ങൾ സ്റ്റോക്കാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും? നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റി ആയിരിക്കും നിങ്ങൾ ക്യാരി ഡൗൺ ചെയ്യുന്നത്? നിങ്ങൾ ബിസിനസ് ആക്ടിവിറ്റി ആയിരിക്കും നിങ്ങൾ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് നിങ്ങളുടെ അസറ്റിനെ എടുത്ത് മാറ്റി. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ ഡീലറാണ്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് കാർ ഡീലർ ആണെങ്കിലും നിങ്ങളുടെ റെഗുലർ ബിസിനസ് യൂസ് ചെയ്യുന്ന ഒരു കാറുണ്ട്. അത് നിങ്ങളെ ക്യാപിറ്റൽ അസറ്റാണ്. കാരണം നിങ്ങളത് വിൽക്കാൻ വെച്ച കാറല്ല. നിങ്ങൾ ആ കാർ എടുത്തിട്ട് എന്ത് ചെയ്തു? നിങ്ങളെ സ്റ്റോക്ക് ഇൻ ട്രേഡിലോട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കാർ ആയിട്ട് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളുടെ അസറ്റിനെ എന്താക്കി മാറ്റി? നിങ്ങൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റി. അപ്പോൾ ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റുന്ന മൊമെൻറ്റിലാണ് ആക്ച്വലി ട്രാൻസ്ഫർ അവിടെ സംഭവിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ ട്രാൻസ്ഫർ സംഭവിച്ച മൊമെൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ ആ വർഷം നിങ്ങളത് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട്. മറിച്ച് ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് നിങ്ങൾ മാറ്റിയതിന് ശേഷം ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നാണോ നിങ്ങളിത് സെല്ല് ചെയ്യണത്, എന്തായിട്ട് ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് നിങ്ങൾ വിറ്റ് ഒഴിവാക്കൂലേ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച കാറ് നിങ്ങൾ സ്റ്റോക്കായിട്ട് നിങ്ങൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ട് ഒരു കസ്റ്റമർ വന്നത് എടുത്തുകൊണ്ട് പോയപ്പോൾ അത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള സെയിലായിട്ട് മാറി. അപ്പോൾ നമുക്ക് എന്ത് ഇൻകം ഉണ്ടാവുക? PGBP ഇൻകം ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് മാത്രമേ നമ്മൾ ഈ രണ്ട് ഇൻകങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ് വിറ്റപ്പോൾ ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് സ്റ്റോക്ക് ഇൻ ട്രേഡാണ് നിങ്ങൾ വിറ്റത്. കാരണം ഈ കാർ ആദ്യം അസറ്റ് ആയിരുന്നു, പിന്നെ എന്തായി മാറി? സ്റ്റോക്കായിട്ട് മാറി. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. സോ പ്ലീസ് കീപ്പ് ഇൻ യുവർ മൈൻഡ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അസറ്റിനെ അല്ലെങ്കിൽ അസറ്റിനെ നമ്മൾ സ്റ്റോക്കാക്കി മാറ്റി. അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു? സെല്ല് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് സെല്ല് ചെയ്താൽ നമുക്ക് എന്ത് ഇൻകം ഉണ്ടാവുക? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് PGBP ഇൻകം. അപ്പോൾ ആ PGBP ഇൻകം ഉണ്ടാവുന്ന മൊമെൻറ്റിൽ തന്നെയാണ് നമ്മൾ ഏതും ടാക്സ് ചെയ്യേണ്ടത്, നമ്മുടെ ക്യാപിറ്റൽ ഗെയിനും ടാക്സ് ചെയ്യേണ്ടത്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇയർ 1 ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടി, റെഗുലർ ബിസിനസ്സിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിരുന്ന അസറ്റിനെ എടുത്തിട്ട് സ്റ്റോക്കാക്കി മാറ്റി. ഒരു വർഷങ്ങൾക്ക് ശേഷം ഇയർ 2 ആക്ച്വലി എന്ത് ചെയ്തത് വെച്ചാൽ, ഒരു വർഷത്തിന് ശേഷം ഇയർ 2 അത് സെയിലായി പോയെങ്കിൽ ഇയർ 2 നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ ഗെയിനും ആ ക്യാപിറ്റൽ ഗെയിനും അതുപോലെ തന്നെ നമ്മളത് സ്റ്റോക്കായിട്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന PGBP രണ്ടും ടാക്സ് ചെയ്യുക ഇയർ 2 നമ്മൾ ആ അസറ്റിനെ സ്റ്റോക്കിനെ സെല്ല് ചെയ്യുമ്പോഴാണ്. ഹോപ്പ് യു ഫൈൻ. ദെൻ നെക്സ്റ്റ്, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കണ്ടെത്തുന്നില്ലാണ്. നമ്മൾ ഈ കേസിൽ സ്റ്റോക്കിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്കിനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അസറ്റിനെ എടുത്തിട്ട് നമ്മുടെ ഉപയോഗിക്കുന്ന അസറ്റിനെ എടുത്തിട്ട് സ്റ്റോക്കാക്കി മാറ്റുമ്പോൾ നമുക്ക് ആരും പൈസ ഒന്നും ഇങ്ങോട്ട് തരുന്നില്ല. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺസിഡറേഷൻ അല്ലെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്കാക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കേണ്ടത്, നമ്മളിത് കൺവേർട്ട് ചെയ്യുന്ന ഡേറ്റിൽ നമ്മൾ ഏത് അസറ്റാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ അസറ്റിൻ്റെ ഫെയർ വാല്യൂ ആണ്. ഫെയർ വാല്യൂ പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഞാൻ കൺവേർട്ട് ചെയ്യുന്നത് കാറാണ്. ആ കാറിന് ഇപ്പോൾ എന്ത് വില കിട്ടുന്നില്ല, മതിപ്പ് വിലയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, എൻ്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് ഞാൻ എടുക്കേണ്ടത്. മൈനസ് പിന്നെ ഈ കാർ ഞാൻ അസറ്റായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ഈ കാർ എന്ത് ചെയ്യണം, വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് വാങ്ങിയിട്ടുണ്ടാവും. ആ വാങ്ങിയ ആക്ച്വൽ കോസ്റ്റ് ആയിരിക്കും നമ്മൾ കോസ്റ്റ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക എങ്ങനെയാണ്? ആ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്കായിട്ട് മാറ്റുന്ന ഡേറ്റിനുള്ള ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. അതിൽ നിന്നും ഈ അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായ നമ്മുടെ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ക്യാപിറ്റൽ ഗെയിൻ. പിന്നെ പീരിയഡ് ഓഫ് ഹോൾഡിങ്ങിൻ്റെ ബേസിൽ അസറ്റ് ഏതാ നോക്കിയിട്ട് ഷോർട്ട് ടേം ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആവും, ലോങ് ടേം ആണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആവും. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ, ഫൈൻ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. രണ്ടാമത് നമ്മൾ ഈ മാറ്റിയ വാഹനം എടുത്തിട്ട് നമ്മൾ സ്റ്റോക്കാക്കി മാറ്റി നമ്മളെടുത്ത് വിറ്റു. അങ്ങനെ അത് നിങ്ങൾ റെഗുലർ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവുക? ഇറ്റ് ഈസ് PGBP. അപ്പോൾ PGBP
ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര രൂപക്കാണ് വിറ്റത് അതാണ് നിങ്ങളെ നിങ്ങളെ ഇൻകം അല്ലെങ്കിൽ PGBPൻ്റെ കേസിൽ നമ്മൾ പറയും കൺസിഡറേഷൻ. ഇനി ഇതിൻ്റെ പ്രോഫിറ്റ്, ഈ സാധനത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുത്ത കൺവേർഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഫെയർ മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ, ആ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കുക, കോസ്റ്റ് ആയിട്ട് എടുക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലാഭം ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിറ്റ പൈസ മൈനസ് നിങ്ങളിതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്ത സമയത്ത് ഈ സ്റ്റോക്കിനെ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്കായിട്ട് മാറ്റിയ സമയത്ത് നിങ്ങളൊരു ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്തല്ലോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ എടുത്തിട്ട്, ആ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കുക, കോസ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ PGBP കാണുക സെയിൽ കൺസിഡറേഷന് മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ്. നമ്മൾ പറഞ്ഞാൽ ഇതേ ഫെയർ മാർക്കറ്റ് വാല്യൂ ഇവിടെയും വരും. എന്ന് പറഞ്ഞാൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ക്യാപിറ്റൽ ഗെയിനിൽ എന്തായിട്ട് വരും, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് വരും. PGBPയിൽ എന്തായിട്ട് വരും, കോസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, PGBP കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനുണ്ടാവും, ക്യാപിറ്റൽ ഗെയിനും PGBPയും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺവേർഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇൻറ്റു ക്യാപിറ്റൽ അസറ്റ് ഇൻറ്റു സ്റ്റോക്ക് ഇൻ ട്രേഡ്. എക്സ് അവൻ്റെ ക്യാപിറ്റൽ അസറ്റ് അവൻ വാങ്ങിയത് 2003 60,000 റുപ്പീസിന് അവന് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു March 10, 2019. അങ്ങനെ കൺവേർട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5,50,000 ആയിരുന്നു. അവൻ ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് പിന്നീട് അത് വിറ്റു എത്ര രൂപയ്ക്ക്, 6,00,000 റുപ്പീസിന്. എത്ര രൂപയ്ക്ക്, June 10 അത് വിറ്റത്. ഡിസ്കസ് ദ ഇയർ ഓഫ് ചാർജബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ നമുക്കറിയാം March 10, 2019 അവൻ എന്ത് ചെയ്തത്, അവൻ ഈ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റിയത് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ 2018-19. പക്ഷേ ഈ മാറ്റിയ സ്റ്റോക്ക് ഇൻ ട്രേഡ്, ക്യാപിറ്റൽ അസറ്റിൽ നിന്നും സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റിയ നമ്മുടെ ഈ അസറ്റ് നമ്മൾ എന്നാണ് സെല്ല് ചെയ്യുന്നത്, നെക്സ്റ്റ് ഇയർ ആയ 2019-20 ലുക്ക് അറ്റ് ദ ഡേറ്റ് June 10, 2019. അപ്പോൾ ഇത് നമ്മൾ ഏത് ഇയറിലാണ് നമ്മൾ ഇതിനെ ടാക്സ് ചെയ്യേണ്ടത്, നമ്മൾ കൺവേർട്ട് ചെയ്ത ഇയറിലാണോ അതോ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ച സ്റ്റോക്കിനെ നമ്മൾ സെല്ല് ചെയ്ത ഇയറിലാണോ? ഉറപ്പായിട്ടും നമ്മൾ ഈ കൺവേർട്ട് ചെയ്ത് വെച്ച സ്റ്റോക്കിനെ നമ്മൾ PGBPൻ്റെ ഭാഗമായിട്ട് സെല്ല് ചെയ്യുന്ന ഇയറിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ക്യാപിറ്റൽ ഗെയിനും ടാക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ടാക്സിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് പറയുമ്പോൾ നമ്മളിവിടെ കണ്ടു ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക, നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഡേറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയ 5,50,000 ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. അതുപോലെ ആ അസറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഏത് കോസ്റ്റാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കണ്ടാലേ അറിയാം 2003 മുതൽ March 10, 2019 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 3 years ആണ്. അപ്പോൾ ഇത് പ്രോബബ്ലി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അപ്പോൾ ഇൻഡെക്സേഷൻ അലോ ചെയ്യുന്ന അസറ്റുകളാണെങ്കിൽ നമ്മൾ CII നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡെക്സ് ചെയ്യുക. ഇൻഡെക്സ് ചെയ്താൽ നമുക്ക് ഇൻഡെക്സ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് കിട്ടും. കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇനി PGBP എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക, PGBP കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര രൂപക്കാണോ ഇത് വിറ്റത്, എത്ര രൂപക്കാണ് നമ്മൾ വിറ്റത്, 5,50,000 സോ 5,50,000 വിൽ ബി ദ സെയിൽ പ്രൈസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അതിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുക, നമ്മളിവിടെ നേരത്തെ എടുത്ത ഫെയർ മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ കൺവേർട്ട് ചെയ്ത ടൈമിൽ, ആ കൺവേർട്ട് ചെയ്ത ടൈമിൽ എടുത്ത ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക, ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് കൺവേർഷൻ നമ്മൾ കോസ്റ്റ് ആയിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആക്ച്വലി 6,00,000 മൈനസ് 5,50,000 50,000 ഏത് ഇൻകമായിട്ട് വരും, PGBP ഇൻകമായിട്ട് വരും. ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഞാൻ കമ്പ്യൂട്ട് ചെയ്യാത്തത് അതിന് ഇൻഡെക്സേഷൻ കൂടെ ഉണ്ടാവുന്നില്ലതുകൊണ്ട്. അപ്പോൾ ദിസ് ഈസ് ഹൗ ദ കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻറ്റു സ്റ്റോക്ക് ഇൻ ട്രേഡ്. ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറുമ്പോൾ രണ്ട് ഇൻകങ്ങൾ ഉണ്ടാവും, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും, PGBP ഉണ്ടാവും. ഇനി ഏത് ഇയറിലാണ് ഈ രണ്ട് ഇൻകം നമ്മൾ ടാക്സ് ചെയ്യുക, ഏത് ഇയറിലാണോ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡായി മാറ്റിയതിന് ശേഷം ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മൾ എടുത്ത് സെല് ചെയ്യുന്നത് അതേ വർഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ക്യാപിറ്റൽ ഗെയിനും ടാക്സ് ചെയ്യുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ജനറൽ റൂൾ സെക്ഷൻ 45(1). ഏത് ഇയറിലാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഇയറിൻ്റെ ഇൻകമായിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുക എന്ന് പറയുന്ന മെയിൻ റൂളിൻ്റെ എക്സെപ്ഷൻ കേസായിട്ടാണ് ഏത് വരുന്നത്, കൺവേർഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇൻറ്റു ക്യാപിറ്റൽ അസറ്റ്. സോ ഇല്ലൂസ്ട്രേഷൻ 3. നെക്സ്റ്റ് ഒരു സിമ്പിൾ കേസ്, ഇല്ലൂസ്ട്രേഷൻ 2. ഒരു കാർ ഓണറാണ്, അവനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവൻ എന്ത് ചെയ്തു വെച്ചാൽ അവൻ്റെ വീട്ടിലുള്ള ഒരു കാറിനെ, പേഴ്സണൽ പ്രോപ്പർട്ടിനെ എന്തായിട്ട് മാറ്റി, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റി. എന്നിട്ട് ആ കാർ അവനെടുത്ത് വിറ്റു 1,00,000 റുപ്പീസിന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്യാപിറ്റൽ ഗെയിൻ ഇംപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണത്, നമ്മൾ സ്റ്റോക്കായിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്കായിട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരുള്ളൂ, ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ നമുക്ക് എന്ത് വരുള്ളൂ, ഇൻകമായിട്ട് നമ്മൾ ടാക്സ് ചെയ്യുള്ളൂ. ക്യാപിറ്റൽ അസറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ എവിടെ പഠിച്ചു, നമ്മൾ സെക്ഷൻ 240 മീനിങ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് നമ്മൾ പഠിച്ചു. അസറ്റ് പഠിച്ച സമയത്ത് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ അസറ്റ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ അസസി വെദർ ഓർ നോട്ട് റിലേറ്റഡ് ടു ഹിസ് ബിസിനസ് ഓർ നോട്ട് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് ആസ് പെർ ദ സെബി നോംസ് എന്ന് പറഞ്ഞു പഠിച്ചു. ആ സമയത്ത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഗെയിൻ എക്സ്ക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റോക്ക് ഇൻ ട്രേഡ് പേഴ്സണൽ ഇഫക്ട്സ്. യെസ്, പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടിയാണ് ആക്ച്വലി എന്ത്, കാറ്. അപ്പോൾ കാറ് സ്പെസിഫിക്കലി
ക്യാപിറ്റൽ അസറ്റിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് കാർ എന്തല്ല, കാർ ഈസ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്തിനെ അല്ല, ക്യാപിറ്റൽ അസറ്റിനെ അല്ല. അപ്പോൾ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴേ ക്യാപിറ്റൽ ഗെയിനിൽ എന്ത് വരുള്ളൂ, ഇൻകം വരുള്ളൂ. അപ്പോൾ ഇവിടെ ഇൻകം വരുമോ, ഇല്ല. സോ ഇവിടെ ഇത് ക്യാപിറ്റൽ അസറ്റ് അല്ല സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സോ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡുമായി ബന്ധപ്പെട്ട് ഒരു ടാക്സ് ഇംപ്ലിക്കേഷൻസും ഈ കേസിൽ വരുന്നില്ല. ദാറ്റ് വിൽ ബി യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 214 മെൻഷൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 45(2) ആ കേസൊക്കെ പറയണം കേട്ടോ. നെക്സ്റ്റ്, കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻറ്റു സ്റ്റോക്ക് ഇൻ ട്രേഡിൽ ക്ലിയർ ആയിട്ട് പറയുന്ന അനദർ എക്സാമ്പിൾ ഇലുസ്ട്രേഷൻ 8. എ എന്ന് പറഞ്ഞ ആൾ ക്യാപിറ്റൽ അസറ്റിനെ എടുത്തിട്ട് സ്റ്റോക്ക് ഇൻ ട്രേഡ് കൺവേർട്ട് ചെയ്തു. ആ ക്യാപിറ്റൽ അസറ്റ് പുള്ളി വാങ്ങിയത് 2003 ജൂൺ 2003 50,000 വാങ്ങിയത് എന്ന് പറഞ്ഞാൽ വാങ്ങിയ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 2003-04 അല്ലേ. ദെൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് കൺവേർട്ട് ചെയ്ത നവംബർ 2016 അപ്പോൾ അന്നത്തെ അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 4,50,000 ആയിരുന്നു. അപ്പോൾ ട്രാൻസ്ഫർ നടന്നത് ആക്ച്വലി 2016-17 ട്രാൻസ്ഫർ നടന്നത്. അടിപൊളി. ഇനി സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് 2003 വാങ്ങിയ ക്യാപിറ്റൽ അസറ്റിനെ 2016 സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 2016 ആക്ച്വലി ട്രാൻസ്ഫർ സംഭവിച്ചു. പക്ഷേ നമുക്കറിയാം ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റുന്ന ട്രാൻസ്ഫർ ഏത് ഇയറിൽ സംഭവിച്ചോ ആ ഇയറിലല്ല നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യുക. മറിച്ച് ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റിയതിന് ശേഷം ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മളെപ്പോൾ നമ്മൾ ഫൈനലി സെല്ല് ചെയ്തോ അപ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ ആ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ടാക്സ് ചെയ്യുള്ളൂ. ഇനി സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മൾ വിറ്റത് 6,50,000 എന്ന് സെപ്റ്റംബർ 2019 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ 19-20. പിന്നെ ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് CIA ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ എക്സാമിനേഷൻ പ്രോബ്ലം ഇതുപോലെ തന്നെ CIA ഒക്കെ തരും. നിങ്ങളതിൽ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം? അപ്പോൾ നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, PGBP ഉണ്ട്. അപ്പോൾ രണ്ടും ടാക്സ് ചെയ്യുക ഏത് ഇയറിലാണ്, നമ്മുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് സെല്ല് ചെയ്ത ഇയർ ആയ 19-20 ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 2021 അസസ്മെൻറ്റ് ഇയറിലാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് ക്യാപിറ്റൽ അസറ്റാണ്. ഉറപ്പായിട്ടും ഇത് ഏതായിരിക്കും, പീരീഡ് ഓഫ് ഹോൾഡിങ് ഓൾമോസ്റ്റ് 13 വർഷത്തോളം ഉണ്ട്. അപ്പോൾ ഇത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് കയറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകുമ്പോൾ സ്പെസിഫിക്കലി ഇൻഡെക്സ് ചെയ്യാത്ത അസറ്റുകൾ അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അല്ലാതെ പറയാത്തത് കൊണ്ട് ഇത് ഇൻഡെക്സ് ചെയ്യുന്ന അസറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. വാട്ട് ഈസ് ദി മീനിങ് ഓഫ്, അല്ലെങ്കിൽ എങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ കാണുക, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കുക. ഫെയർ മാർക്കറ്റ് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഫെയർ മാർക്കറ്റ് വാല്യൂ 4,50,000 ആണ്. അതുപോലെ അതിൻ്റെ കോസ്റ്റ് ആയ 50,000 നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡെക്സ് ചെയ്യുക. അപ്പോൾ 50,000 ഇൻഡെക്സ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു ഇൻഡെക്സേഷൻ എങ്ങനെയാണ്, കോസ്റ്റ് ഇൻറ്റു ഏതുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഏതാ 264 ഡിവൈഡഡ് ബൈ CII ഫോർ ദ ഇയർ ഓഫ് പർച്ചേസ്. ഞാൻ പറഞ്ഞായിരുന്നു, ടെക്നിക്ക് ഞാൻ പറഞ്ഞതായിരുന്നു. നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ആണോ CII ഫോർ ദ ഇയർ ഓഫ് പർച്ചേസ് ആണോ എടുക്കേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ഷോർട്ട് കട്ട് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇൻഡെക്സേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കൂടുക ചെയ്യുക കുറേ ചെയ്യുക, അബ്സല്യൂട്ട്ലി കോസ്റ്റ് എന്ത് ചെയ്യണം, കൂടണം. അപ്പോൾ ഇവിടെ നമ്മൾ കോസ്റ്റ് കാണുക, നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 4,50,000 എടുക്കും. അതുപോലെ തന്നെ കോസ്റ്റ് നമ്മളെങ്ങനെ കാണുക, 50,000 ഇൻറ്റു CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ആയ 264 ഡിവൈഡഡ് ബൈ CII ഫോർ ദ ഇയർ ഓഫ് പർച്ചേസ് 109. അപ്പോൾ ടോട്ടൽ 1,21,100 കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഡിഫറൻസ് കാണുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി 3,28,899 ആയിരിക്കും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക. ഇനി PGBP എങ്ങനെ കാണുക, PGBP പറഞ്ഞാൽ സെല്ല് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് അതായിരിക്കും ഇൻകം. അത് ഇൻകം ആയിട്ട് എടുക്കുക 6,50,000. അതുപോലെ ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുത്ത ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ PGBPയിൽ കോസ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ 4,50,000 നമ്മൾ മൈനസ് ചെയ്യുക, 2,00,000 നമുക്ക് എന്ത് കിട്ടും, PGBP കിട്ടും. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ഇൻകങ്ങൾ ഉണ്ടാവുന്നത്, ഒന്ന് PGBP ഇൻകം, രണ്ട് ഏത് ക്യാപിറ്റൽ ഗെയിൻ. രണ്ടും ഉണ്ടാവുന്നത് ഡിഫറെൻറ്റ് ഇയറിലാണ്. പക്ഷേ നമ്മൾ രണ്ടും ടാക്സ് ചെയ്യുക ഏത് പ്രീവിയസ് ഇയറിലാണ്. വി ഷുഡ് ടാക്സ് ബോത്ത് ഇൻ ദ പ്രീവിയസ് ഇയർ 2019-20, ദാറ്റ് മീൻസ് അസസ്മെൻറ്റ് ഇയർ 2021, because it is an exception to the general rule section 45(1). Hope you understood with conversion of capital asset into stock in trade. വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഹാവിങ് എന്താ പറയുക, സിമ്പിൾ കേസാണ്, ഒന്നുമില്ല. ഇറ്റ്സ് അബൌട്ട് ഫുൾ ഓഫ് കൺസെപ്റ്റ്, ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറച്ച് 3 ഇല്ലൂസ്ട്രേഷൻസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ മോർ ചാൻസസ് ആർ ദർ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏരിയാസ് മൊത്തം നിങ്ങൾക്ക് താറാണെങ്കിൽ അടിപൊളിയായിട്ട് പാട്ടും പാടിയിട്ട് എന്ത് ചെയ്യുക, യു ക്യാൻ അറ്റംപ്റ്റ്. ദെൻ മൂവിങ് ഓൺ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സെപ്ഷൻ സെക്ഷൻ 45(1) എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ഉണ്ടായ ഇയറിലല്ല ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുക, മറിച്ച് നമ്മൾ ഏത് ഇയറിലാണ് ടാക്സ് ചെയ്യുക, നമ്മൾ പിന്നീടുള്ള ഇയറിലാണ് നമ്മൾ ടാക്സ് ചെയ്യുക എന്നുള്ള കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കേസ് നമ്മൾ പറഞ്ഞു, പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു, കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. നെക്സ്റ്റ് കേസാണ് ഇൻഷുറൻസ് ക്ലെയിം ഫോർ ഡാമേജ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. നിങ്ങളൊരു പ്ലാന്റ് ആൻഡ് മെഷീനറിയോ അല്ലെങ്കിൽ ഒരു അസറ്റോ ഡിസ്ട്രക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആര് തരും, ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ആക്ച്വലി നിങ്ങളൊരു കാർ പറ്റത്തില്ല, കാരണം കാർ ക്യാപിറ്റൽ അസറ്റ് അല്ല. നിങ്ങളൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ത് ചെയ്തു,
ഫ്ലഡ് എഫക്റ്ററായിട്ടോ അല്ലെങ്കിൽ അത് ഫയർ പിടിച്ചിട്ടോ കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻഷുർഡ് ആണെങ്കിൽ ആ പ്ലാന്റ് ആൻഡ് മെഷീനറി ആര് കൊണ്ടുപോകും? നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം തരും. അപ്പോൾ അങ്ങനെ തരുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾ ആ അസറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളെ എല്ലാ റൈറ്റും നിങ്ങൾ എന്ത് ചെയ്യാണ്? എക്സ്റ്റിങ്വിഷ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഒരു ഫയർ ഉണ്ടായിട്ട് നിങ്ങൾ ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നത് അത് ആക്ച്വലി ട്രാൻസ്ഫറാണ്. അപ്പോൾ ആ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് നിന്നും നിങ്ങൾക്ക് വല്ല പേയ്മെൻറ്റും കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അത് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ഗെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. അപ്പോൾ ടാക്സ് ചെയ്യേണ്ട ആക്ച്വലി നിങ്ങൾക്കറിയാം, നമുക്ക് ട്രാൻസ്ഫർ സംഭവിക്കുന്നത് എപ്പോഴാണോ ആ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ഫയർ ഒക്കെ ചെയ്യുന്നത് അപ്പോഴാണെങ്കിലും നമുക്കത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ ടാക്സ് ചെയ്യുക എപ്പോഴാണോ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇത് നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കൺസിഡർ ചെയ്യുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇയർ 1 എൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി കത്തിപ്പോയി. അപ്പോൾ ഇയർ 1 തന്നെ എൻ്റെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇയർ 3 എനിക്കതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഇയർ 1 ശരിക്കും ട്രാൻസ്ഫർ സംഭവിച്ചെങ്കിലും ഇയർ 3 നമുക്ക് ഈ ഇൻഷുറൻസ് കമ്പനീൻ്റെ കയ്യിൽ നിന്നും ക്ലെയിം കിട്ടുന്ന സമയത്താണ് നമ്മൾ ഇതെന്തായിട്ട് കൺസിഡർ ചെയ്യുക? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ ഇൻകമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആദ്യമേ ടാക്സ് പേ ചെയ്യുക. നെക്സ്റ്റ് കേസ് കോമ്പൻസേഷൻ ഓൺ കമ്പൽസറി അക്വസിഷൻ അണ്ടർ എനി ലോ. കമ്പൽസറി അണ്ടർ എനി ലോ അല്ല, കമ്പൽസറി അക്വസിഷൻ അണ്ടർ എനി ലോ. അപ്പോൾ കമ്പൽസറി അക്വസിഷൻ അണ്ടർ എനി ലോ എന്നുള്ള കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഗവൺമെൻറ് നമ്മുടെ പ്രോപ്പർട്ടി എടുത്തു കൊണ്ടുപോവുക, കമ്പൽസറി ആയിട്ട് എടുത്തു കൊണ്ടുപോവുക. ആ കേസിൽ നമുക്കറിയാം, നമുക്ക് കമ്പൽസറി അക്വസിഷൻ ഉണ്ടാവുന്ന സമയത്ത് ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകുന്നത് ഫോർ എക്സാമ്പിൾ ഇയർ 1 റോഡ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്ഥലം ഗവൺമെൻറ് അക്വയർ ചെയ്ത ഇയർ 1 ഇയർ 5 ഇതുമായി ബന്ധപ്പെട്ട കോമ്പൻസേഷൻ നഷ്ടപരിഹാരം എനിക്ക് കിട്ടിയത് എങ്കിൽ ഇയർ 1 ആക്ച്വലി ട്രാൻസ്ഫർ സംഭവിക്കുന്നെങ്കിലും വെനെവർ ഐ റിസീവ് കോമ്പൻസേഷൻ ആ ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മുടെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഇയറിലേ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ? ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫർ നടക്കുന്ന ഇയറിലല്ലാത്ത കേസുകളിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടക്കുന്ന ഇയറിലല്ല ഇനി പറയാൻ പോകുന്ന കേസുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസുകളിലൊക്കെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യാൻ, മറിച്ച് നെക്സ്റ്റ് അടുത്ത വർഷങ്ങളിലാണ്. ആ കേസിലെ 3ാമത്തെ കേസാണ് കോമ്പൻസേഷൻ ഓൺ കമ്പൽസറി അക്വസിഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി കോമ്പൻസേഷൻ ഓൺ കമ്പൽസറി അക്വസിഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കാണുക? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കോമ്പൻസേഷൻ മൈനസ് കോസ്റ്റ്. പിന്നെ നാം പറയേണ്ട ആവശ്യമില്ല. ഏത് അസറ്റാണോ കമ്പൽസറി ആയിട്ട് ഗവൺമെൻറ് നിങ്ങളെടുത്ത് നിർത്തുകൊണ്ടായത് ആ അസറ്റ് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ചിലവായ പൈസ കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ നമുക്ക് എന്ത് ചെയ്യുക? എടുക്കുക. പിന്നെ വേറൊരു കേസാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. അപ്പോൾ കമ്പൽസറി അക്വസിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ട്രാൻസ്ഫർ സംഭവിക്കുക? അക്വസിഷൻ ചെയ്യുന്ന ടൈമിലാണ്. പക്ഷേ ആക്ച്വലി അതിൻ്റെ ടാക്സ് അത് ഇൻകമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക എപ്പോഴാണ്? നമ്മൾ ആ ഒരു അസറ്റിന്മേൽ അല്ലെങ്കിൽ കമ്പൽസറി അക്വസിഷൻ്റെ ഭാഗമായിട്ട് നമുക്കതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പൽസറി അക്വസിഷൻ അവർ തരുന്ന പേയ്മെൻറ്റിനെ നമ്മൾ കോമ്പൻസേഷൻ എന്ന് വിളിക്കുക. ആ കോമ്പൻസേഷൻ തരുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യുകയുള്ളൂ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ കിട്ടിയ ക്ലെയിമുമായിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ നിങ്ങൾക്ക് മതിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചിലപ്പോൾ ലിറ്റിഗേഷന് പോവുക, കേസിന് പോവുക ഗവൺമെൻറ്റിനെതിരെ. അപ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ് വീണ്ടും കോടതിയൊക്കെ പരിഗണിച്ച് ഇടപെട്ടിട്ട് ചിലപ്പോൾ കുറച്ചും കൂടെ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കോമ്പൻസേഷനായിട്ട് തരാം. അങ്ങനെ തരികയാണെങ്കിൽ ആ കോമ്പൻസേഷൻ വിളിക്കുന്ന പേരാണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. അപ്പോൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഉണ്ടാവുന്ന സമയത്ത് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കമ്പൽസറി അക്വസിഷൻ്റെ 2ാമത്തെ ബാക്കി പത്രമാണ്. പാർട്ട് 2 ആളാണ്. ഓക്കെ, പാർട്ട് 1 ഇനീഷ്യൽ കോമ്പൻസേഷൻ ആയിരിക്കും, പിന്നെയാണ് ഏത് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. അപ്പോൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഉണ്ടാവുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ കോമ്പൻസേഷൻ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ ടാക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ സമയത്ത് നമുക്ക് ടാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ആരുണ്ടാവില്ല, നമുക്ക് ആരുണ്ടായിക്കൊള്ളുന്നില്ല. വട്ട് ബി സേ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ സമയത്ത് നമുക്ക് കോസ്റ്റ് 2ാമത്തെ തവണ നമ്മൾ എടുക്കാൻ പാടില്ല ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. മറിച്ച് നമ്മൾ എന്താണ് കോസ്റ്റ് ആയിട്ട് എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എടുക്കും. പിന്നെ ഈ 2ാമത്തെ കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കേസിനൊക്കെ പോകാൻ നമുക്ക് ലിറ്റിഗേഷൻ എക്സ്പെൻസ് ചിലവാകും. ഈ ലിറ്റിഗേഷൻ എക്സ്പെൻസ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എടുക്കും. ബാക്കിയുള്ള ബാലൻസ് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ കമ്പൽസറി അക്വിസിഷൻ്റെ കേസിലും അക്വിസിഷൻ നടക്കുന്ന ഇയറിലാണ് ട്രാൻസ്ഫർ എങ്കിലും നമ്മൾ കോമ്പൻസേഷൻ എപ്പോഴാണോ കിട്ടുക ആ സമയത്താണ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് ചെയ്യുക. അപ്പോൾ ഇതേ കേസിലെ 4th കേസാണ് ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് അഗ്രിമെൻറ്റ് എന്നൊക്കെ പറയും. സെക്ഷൻ 45 സബ്സെക്ഷൻ 5A. ഇത് എന്താ സംഭവം എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. യു ക്യാൻ റീഡ് ദിസ് സെൻറ്റൻസ് ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഞാൻ സിംപ്ലി ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കാലിക്കറ്റ് ടൗണിൽ അല്ലെങ്കിൽ മലപ്പുറം ടൗണിൽ ഒരു നല്ലൊരു കണ്ണായ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു അടിപൊളി നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് മറ്റേ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്നൊക്കെ നമ്മൾ പറയില്ല, നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട്. ഈ സ്ഥലം വരുന്ന 30 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് അത് കാര്യമായിട്ട് നിങ്ങളൊന്നും ചെയ്യണമെന്നില്ല.
അപ്പോൾ നിങ്ങൾ ഒരു ബിൽഡർ വന്ന് അപ്രോച്ച് ചെയ്തു, സേ ഫോർ എക്സാമ്പിൾ മലബാർ ബിൽഡേഴ്സോ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പോ ആരെങ്കിലും വന്നിട്ട് അപ്രോച്ച് ചെയ്തിട്ട് അവർ പറഞ്ഞു ദേ ആർ ഹാവിങ് എ പ്രോജക്റ്റ് ഓഫ് ഒരു 30 നിലയിലുള്ള ഒരു ഫ്ലാറ്റിൻ്റെ പ്രോജക്റ്റ് ഉണ്ട് അവർക്ക്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം അവർക്ക് കൊടുക്കണം. ആ സ്ഥലം നിങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ 30 നിലൻ്റെ ഫ്ലാറ്റ് ഉണ്ടാക്കും. ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് അവർ ആ ഫ്ലാറ്റിൻ്റെ ഒരു 2 ഫ്ലാറ്റ് നിങ്ങൾക്ക് തരും, ഒപ്പം അതിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആക്ച്വലി നിങ്ങൾ അങ്ങനെ ഈ ഫ്ലാറ്റും അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിലെ 2 ഫ്ലാറ്റ് കിട്ടാനും അതുപോലെ ഈ സ്ഥലത്തിലെ കുറച്ച് ഷെയർ കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങളെ പ്രോപ്പർട്ടി അവർക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് ടാക്സ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫറിൽ നിന്നുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ്. അല്ലെങ്കിൽ അങ്ങനത്തെ അവർ ആ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളും ആ കോൺഫിഡൻസ് ഗ്രൂപ്പും തമ്മിൽ ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റിനെ പറയുന്ന പേരാണ് സ്പെസിഫൈഡ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഈ സമയത്ത് ആക്ച്വലി ആദ്യം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ നിങ്ങൾ ആ സ്ഥലം അവർക്ക് ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങൾ ആ സ്ഥലം അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ഈ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് അവർ തരുന്ന അല്ലെങ്കിൽ ഈ സ്ഥലം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് തരുന്ന കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് ആണോ? അല്ല, ചിലപ്പോൾ കുറച്ച് ക്യാഷ് ഉണ്ടാവും. അല്ലാതെ അവർ തരുന്നത് എന്താണ്, നമ്മുടെ ഫ്ലാറ്റും അതുപോലെ തന്നെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റും സ്ഥലമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണത്, ഒപ്പം ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവും. ഈ 3 കാര്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൺസിഡറേഷൻ തരിക. അപ്പോൾ ഈ സമയത്ത് ആക്ച്വലി ട്രാൻസ്ഫർ നടക്കുന്നത് ഈ സ്ഥലം നിങ്ങൾ അവർക്ക് പണി തുടങ്ങാൻ വേണ്ടി വിട്ടു കൊടുക്കുമ്പോഴാണ്. പക്ഷേ നമ്മൾ ടാക്സ് ചെയ്യുക എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴാണ് ഇത് ടാക്സ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ പണി പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ട അധികാരികൾ നമുക്ക്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരി എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷനൊക്കെ ഉണ്ടല്ലോ, ഇവർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ സ്പെസിഫൈഡ് എഗ്രിമെൻറ്റ്. വായിച്ചാലൊന്നും മനസ്സിലായിക്കോളൊന്നുമില്ല. പക്ഷേ ടേക്ക് ദീസ് ആൻ എക്സാമ്പിൾ. ഇത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്ക്. ഇറ്റ്സ് ഈസി. നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് ഈ ടെക്സ്റ്റും കൂടെ ഒന്ന് വായിക്ക്. യു വിൽ ഗെറ്റ് ഇറ്റ്. ഇത് കേട്ടാതെ എവിടെയും പോവില്ല. ഡോണ്ട് വറി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്ത് പഠിപ്പിച്ച ഈ കേസുകളിലൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ കേസുകളൊക്കെ. ഏതൊക്കെ? ആദ്യം പറഞ്ഞു കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. സെക്കൻഡായിട്ട് നമ്മൾ പറഞ്ഞത് കമ്പൽസറി അക്വിസിഷൻ അണ്ടർ എനി ലോ. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം. ഫോർത്ത് കേസ് സ്പെസിഫൈഡ് എഗ്രിമെൻറ്റ്. ഈ 4 കേസിലും നമ്മൾ ട്രാൻസ്ഫർ നടക്കുന്ന ഇയറിലല്ല ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുക, മറിച്ച് നെക്സ്റ്റ് അല്ലെങ്കിൽ കമ്മിങ് ഇയേഴ്സിൽ ബന്ധപ്പെട്ട ഇയേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുക കേട്ടോ. അല്ലാത്ത ഇയറിലെല്ലാം അല്ലെങ്കിൽ ഈ 4 കേസിലല്ലാത്ത എല്ലാ കേസിലും നമ്മൾ എപ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുക, വെനെവർ ദ ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ്. നെക്സ്റ്റ് സെക്ഷൻ 46 ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ബൈ കമ്പനീസ് ഓൺ ലിക്വിഡേഷൻ. എന്ന് പറഞ്ഞാൽ കമ്പനി പൂട്ടാണ്, ഷട്ടർ താഴാണ്, ഷെയർ ഹോൾഡേഴ്സ് കരയാണ്, കമ്പനി അങ്ങനെ ഇല്ലാണ്ടാവുകയാണ് അല്ലേ, കമ്പനീൻ്റെ ലിക്വിഡേഷൻ. അപ്പോൾ ലിക്വിഡേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ക്യാപിറ്റൽ ഗെയിനിൻ്റെ എഫക്റ്റ്, അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൻ്റെ റോൾ എന്നില്ലാണ് പറയുന്നത്. ഇൻ ദ ഹാൻഡ്സ് ഓഫ് കമ്പനി. അപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയാനുള്ള ടോപ്പിക്കാണ്. എന്ന് പറഞ്ഞാൽ ഡീംഡ് ഡിവിഡൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ഷെയർ, കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പൈസനെ പറയുക, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഡിവിഡൻഡ്. ഈ ഡിവിഡൻഡ് കമ്പനീൻ്റെ പ്രോഫിറ്റ് എന്നാണ് കമ്പനി കൊടുക്കുന്നത്. അതുപോലെ തന്നെ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് ഇൻകം ടാക്സ് റൂൾ പ്രകാരം ഒരു ടാക്സ് അടക്കണം കമ്പനി. ഇൻകം ടാക്സ് തന്നെ അടക്കണം. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടൊരു ടാക്സ് അടക്കണം. DDT അടക്കണം ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്. നിങ്ങൾ ചിലപ്പോൾ അക്കൗണ്ട്സിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ചാപ്റ്ററിലൊക്കെ ഉണ്ട് DDT പഠിക്കാനൊക്കെ ഉണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസ് ഗ്രൂപ്പ് 1 അക്കൗണ്ട്സ് 1 പഠിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ DDT നമ്മൾ കൊടുക്കണം ഡിവിഡൻഡ് കമ്പനി കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ആക്ച്വൽ ഡിവിഡൻഡിൻ്റെ കേസാണ്. ഇനി ഡീംഡ് ഡിവിഡൻഡ് ഉണ്ട്. ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കമ്പനി ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നില്ല, മറിച്ച് ചില കാര്യങ്ങൾ കമ്പനി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഡിവിഡൻഡ് പോലെ ഇൻകം ടാക്സ് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അങ്ങനെ പിന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതും ആരായി, ഡിവിഡൻഡായി. നമ്മൾ ഏതുപോലെ നമ്മൾ സ്കോപ്പ് ഓഫ് ഇൻകത്തിൽ ഡീംഡ് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഡീംഡ് ടു അക്രൂ റൈസ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഡീംഡ് ആയാലും അത് ഒറിജിനൽ പോലെ ഏതുപോലെ ഡീംഡ് ലെറ്റ് ഔട്ട് എന്തിനേറെ പറയണം. ഓക്കെ, അപ്പോൾ ഡീംഡ് ഡിവിഡൻഡ് ആയി കഴിഞ്ഞാലും ഈ DDT ആരടക്കണം, നമ്മുടെ കമ്പനി അടക്കണം. അപ്പോൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ക്യാഷ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതാവാ ഇൻകൈൻഡ് ആവാം, എന്തോ ആയിക്കോട്ടെ. അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തിൻ്റെ ഭാഗമായിട്ടാണ്, കമ്പനിൻ്റെ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയെങ്കിൽ ആ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അസറ്റിനെ നമ്മൾ സെക്ഷൻ 222C പ്രകാരം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഡീംഡ് ഡിവിഡൻഡായിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗെറ്റ് എന്താ പറയുക വറീഡ്. നമ്മൾ IFOs ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അറ്റ് ദ ടൈം ഓഫ് ഡിസ്കസിങ് IFOs യു വിൽ ഗെറ്റ് എ ഫുൾ ക്ലാരിറ്റി, ട്രസ്റ്റ് മീ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. വെനെവർ എ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് അസറ്റ്സ് as a part of its liquidation,
then in the hands of company such transferring is treated as deemed dividend and company will have to pay dividend distribution tax on such transfer. And in the hands of ഷെയർഹോൾഡറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഷെയർഹോൾഡർക്ക് എന്തൊക്കെ കിട്ടുക, മണി കിട്ടും, ക്യാഷ് കിട്ടും, അസറ്റ് കിട്ടും. അപ്പോൾ ക്യാഷ് കിട്ടുന്നത് ക്യാഷിൽ അസറ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ ക്യാഷിൻ്റെ എത്രയാണോ അത്. അതുപോലെ തന്നെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് റിസീവ്ഡ്, ഏത് അസറ്റൊക്കെയാണ് കിട്ടിയതെങ്കിൽ ആ അസറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഇതാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും ഏത് എമൗണ്ട് വേണോ നമ്മുടെ കമ്പനി എന്ത് ചെയ്തത് ടാക്സ് അടച്ചത്, ഏത് ടാക്സ് നമ്മൾ പറഞ്ഞില്ലേ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് DDT അടിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷെയർ ഹോൾഡർ ഈ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട്, കമ്പനിയിലെ ഷെയറിന് പകരമാണല്ലോ ഇതെല്ലാം കിട്ടുന്നത്, ഈ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡർക്ക് എന്തൊക്കെ കാശ് ചിലവായോ ആ കാശ് നമ്മൾ എന്ത് ചെയ്യുക, കുറക്കുക. ബാക്കിയുള്ള ഫിഗർ ആയിരിക്കും LTCG STCG ആയിട്ട് എന്ത് ചെയ്യുക, വരിക. പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഈ കിട്ടിയ അല്ലെങ്കിൽ ഈ കമ്പനി പൂട്ടിയപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കിയിട്ട് നമ്മൾ ഷെയർ ഹോൾഡർ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രയാണോ നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റായിട്ട് ഏത് അസറ്റാണോ നമ്മൾ വിറ്റത്, ഇപ്പോൾ കമ്പനി പൂട്ടിയപ്പോൾ നിനക്കൊരു കമ്പ്യൂട്ടർ കിട്ടി. അപ്പോൾ ആ കമ്പ്യൂട്ടർ നമ്മൾ ലിക്വിഡേഷൻ സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണോ എടുത്തത് ആ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ കോസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. എപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡേഷനിൽ കിട്ടിയ കമ്പ്യൂട്ടർ നീ പിന്നീട് എന്ത് ചെയ്തു, വിറ്റു. അപ്പോൾ ദെൻ ക്യാപിറ്റൽ ഗെയിൻ ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ് ഓർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. ഇതൊന്നും പറയാനൊന്നുമില്ല, ഇതൊക്കെ യു ക്യാൻ റീഡ് ഇറ്റ്. ഇതിലൊന്നും പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. പക്ഷേ പ്രോബ്ലംസ് വരാം, കാരണം ഇതൊക്കെ പുതിയ ഈ ബൈബാക്കിലൊക്കെ പുതിയ അമെൻമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഹാവ് എ നോട്ട് ഓഫ് ദിസ്. അപ്പോൾ ജസ്റ്റ് നമ്മളെ നോക്കി പോകേണ്ട കേസുള്ളൂ, നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട കേസുള്ളൂ, മനസ്സിലാകാവുന്ന കേസുള്ളൂ. പക്ഷേ മനസ്സിലാക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബൈബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി, അപ്പോൾ ബൈബാക്കിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ബൈബാക്ക് ഓൾസോ യു ഹാവ് ടു സ്റ്റഡി ഫോർ അക്കൗണ്ടിങ് കമ്പനി അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് പഠിക്കാണ്ട് ബൈബാക്ക് ഫ്രം വേർ ക്യാൻ ബൈബാക്കിൻ്റെ കണ്ടീഷൻസ്, ജേണൽ എൻട്രി ഫോർ ബൈബാക്ക് ഒക്കെ പറഞ്ഞിട്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനും കാര്യങ്ങളും അങ്ങനെ കേസ് കമ്പനീസ് ആക്ടിൽ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ തിങ്ക് സെക്ഷൻ 68 അതുകൊണ്ട് കമ്പനീസ് ആക്ടിൽ. എനിവേ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഷെയർ ഹോൾഡറെ കയ്യിലുള്ള ഷെയർ കമ്പനി തിരിച്ച് മേടിക്കുക ചെയ്യണം. അപ്പോൾ ഷെയർ ഹോൾഡർ അയാളെ കയ്യിലുള്ള ഷെയർ കമ്പനിക്ക് കൊടുക്കുന്നു, കമ്പനി അതിന് പകരമായിട്ട് പൈസ കൊടുക്കുന്നു. അപ്പോൾ ഇത് ആരുടെ കയ്യിൽ ട്രാൻസ്ഫറാണ്, ഷെയർ ഹോൾഡറുടെ കയ്യിൽ ട്രാൻസ്ഫറാണ്. ഷെയർ ഹോൾഡർ ഇതിന് എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. എന്ത് ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ റൂൾസാണ് പറയാൻ പോകുന്നത്. ബൈബാക്ക് ഓഫ് ഷെയർസ് ബൈ ഡൊമസ്റ്റിക് കമ്പനി എന്താണെന്നല്ലേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക് കൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് കമ്പനീസ് ആൻഡ് ഇന്ത്യൻ കമ്പനി ഓർ കമ്പനി വിച്ച് ഹാസ് മെയ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ഇൻകം ഏൺഡ് ഇൻ ഇന്ത്യ, അല്ലേ, പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ബൈബാക്ക് ഓഫ് ഷെയർസ് ബൈ ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ ആ ബൈബാക്ക് ചെയ്യുമ്പോൾ കമ്പനിയാണല്ലോ ബൈബാക്ക് ചെയ്യണത്. കമ്പനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ആ ബൈബാക്ക് ചെയ്യുന്ന ബൈബാക്ക് പ്രൈസ് ഉണ്ടല്ലോ, ബൈബാക്ക് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ കമ്പനി ഈ ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് 100 രൂപക്കാണ്, ബൈബാക്കിന് 200 രൂപക്കാണെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ബൈബാക്ക് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ് എത്ര, 100 രൂപയാണ്. ഈ 100 രൂപയുടെ കമ്പനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 23.296% എന്ത് ചെയ്യണം, ടാക്സ് കമ്പനി അടക്കണം. ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി അടക്കണം. എങ്ങനെ ഈ 23.296 വന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ 20% ടാക്സും 12% സർചാർജും. അപ്പോൾ 20 + 12 എന്ന് പറഞ്ഞാൽ 20 × 112% അടിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ രണ്ടിനും കൂടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ 20 × 112% എന്ന് പറഞ്ഞാൽ 22.4 വരും. ഇതിൻ്റെ ഒക്കെ പാടെ കൂടിയിട്ട് ഈ രണ്ടും കൂടെ നമ്മൾ 4% സെസ്സും കൂടെ, അപ്പോൾ 23.296 വരും. അപ്പോൾ 23.296 എന്ത് ചെയ്യണം, കമ്പനി 115 QA പ്രകാരം കമ്പനി എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക. ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഗെയിൻ ആർക്കാണ്, നമ്മുടെ ഷെയർ ഹോൾഡർക്കാണ്. പക്ഷേ എന്തിനാണ് കമ്പനി അടക്കുന്നതെന്നില്ല, അത് അങ്ങനെയാണ്. കമ്പനിയെ കൊണ്ട് എന്ത് ചെയ്യണം, അടക്കാണ്. കാരണം ഷെയർ ഹോൾഡർക്ക് എത്തുമ്പോൾ പിന്നെ ഷെയർ ഹോൾഡർ ഇത് മറന്നു പോവോ അതോ ഇവൻ അടക്കുമെന്നുള്ളത് ആർക്കും ഉറപ്പില്ല, ഇൻകം ടാക്സിന് ഉറപ്പില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ദെൻ ഇൻകം അറൈസിങ് ടു ഷെയർ ഹോൾഡർ. അപ്പോൾ ഓൾറെഡി ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ടാക്സ് ആരടച്ചു ബോധിച്ചു, കമ്പനി അടച്ചു ബോധിച്ചു. പിന്നെ ഈ ഷെയർ ഹോൾഡർ കൊണ്ട് വീണ്ടും അടപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ ആ സമയത്ത് ബൈബാക്കിൻ്റെ സമയത്ത് ഷെയർ ഹോൾഡർക്ക് എന്ത് ഇൻകം ഉണ്ടായി കഴിഞ്ഞാലും ദാറ്റ് ഇൻകം ഈസ് എക്സെപ്റ്റ് അണ്ടർ സെക്ഷൻ 1034A. ഇനി ബൈബാക്ക് ചെയ്യുന്നത് അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനി, വേറെ ഏതെങ്കിലും കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യണ്ട, ഫോറിൻ കമ്പനിയോ അങ്ങനത്തെ ഏതെങ്കിലും കമ്പനി ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യണ്ട, ടാക്സ് അടക്കണ്ട. അതുപോലെ തന്നെ എന്താ പറയുക, ഷെയർ ഹോൾഡറുടെ കയ്യിൽ എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. അപ്പോൾ ഷെയർ ഹോൾഡറുടെ കയ്യിൽ ടാക്സ് ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡറുടെ കയ്യിൽ ഇതിപ്പോൾ എങ്ങനെ ടാക്സ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയ ഷെയറാണ്, ബൈബാക്ക് ചെയ്തപ്പോൾ എനിക്ക് കമ്പനി 150 രൂപ തന്നു. അപ്പോൾ എനിക്ക് 150 കിട്ടി, അതാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. 100 രൂപക്കാണ് പണ്ട് ഞാൻ വാങ്ങിയത്, അതാണ് എൻ്റെ കോസ്റ്റ്. അപ്പോൾ 50 റുപ്പീസാണ് എൻ്റെ പ്രോഫിറ്റ്. ദെൻ അപ്പോൾ ആ പ്രോഫിറ്റ് ആര് ടാക്സ് കൊടുക്കുക, ഷെയർ ഹോൾഡർ ടാക്സ് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈബാക്ക് കമ്പനി ആണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടത് ആരാണ്, കമ്പനിയാണ്. ബൈബാക്ക് ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ഡൊമസ്റ്റിക് കമ്പനിയാണ്. അതല്ല ബൈബാക്ക് അതർ കമ്പനി ആണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആരാണ്, ഷെയർ ഹോൾഡറാണ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഡൊമസ്റ്റിക് കമ്പനിൻ്റെ ആ റേറ്റ് പഠിക്കുക, 20 + 12 + 4. ദെൻ ബൈബാക്ക് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ, സ്പെസിഫൈഡ് സെക്യൂരിറ്റി ആണ് എവിടെ ഇൻകം ടാക്സ് സ്പെസിഫൈഡ് ആണെന്നാലും അവർ കുറച്ച് സെക്യൂരിറ്റി എങ്ങനെ സ്പെസിഫൈ ചെയ്യും, അത് നമ്മൾ പഠിക്കണം. ഓക്കെ, ആ സ്പെസിഫൈഡ് സെക്യൂരിറ്റി കൂടുതലൊന്നുമില്ല. ESOP ആൻഡ് അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. ESOP എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ വീണ്ടും പഠിക്കാണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് അക്കൗണ്ട്സിൽ അല്ലേ.
ഓക്കെ. അപ്പോൾ ESOP അല്ലെങ്കിൽ അതർ പ്രിസ്ക്രൈബ്ഡ് സെക്യൂരിറ്റീസോ ആണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. ആര്? കമ്പനി ബൈബാക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫൈൻ. സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ആണെങ്കിലും റെഡ് നോക്ക്, കമ്പനീൻ്റെ കയ്യിൽ ടാക്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഷെയർ ഹോൾഡർ കയ്യിൽ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. ഷെയർ ഹോൾഡർ കയ്യിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടാക്സ് ചെയ്യും. ഇനി സെക്ഷൻ 47 ട്രാൻസാക്ഷൻസ് നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 47 പറയുന്ന ഈ ട്രാൻസാക്ഷൻസ് ഒന്നും എന്തല്ല, ട്രാൻസ്ഫർ അല്ല. അപ്പോൾ നമുക്കറിയാം ഒരു ക്യാപിറ്റൽ ഗെയിനായിട്ട് ഒരു ഇൻകത്തെ ടാക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ച സെക്ഷൻ 45 പറഞ്ഞതാണ് ദർ മസ്റ്റ് ബി എ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അവിടെ ഒരു ക്യാപിറ്റൽ അസറ്റ് വേണം. ആ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ എന്താണെന്നില്ല സെക്ഷൻ 214 നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി സെക്ഷൻ 47 പറയാണ് എന്തൊക്കെ കാര്യങ്ങൾ ട്രാൻസ്ഫർ അല്ല എന്നുള്ളത്. അപ്പോൾ ഞാനിത് 1 by 1 ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല. യു ക്യാൻ റീഡ് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആൻഡ് റിവേഴ്സ് മോർഗേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. റിവേഴ്സ് മോർഗേജ് പറഞ്ഞാൽ നിങ്ങളൊക്കെ പഠിച്ച് വലിയ CA ആയിട്ട് ഒരുപാട് കൊട്ടക്കണക്കിന് കാശൊക്കെ ഉണ്ടാക്കി മക്കളായി, മരുമക്കളായി, കുട്ടികളായി, പേരക്കുട്ടികളായി, അങ്ങനെ ഒരുപാട് വർഷങ്ങളായപ്പോൾ നിങ്ങളെ വീട്ടുകാർക്ക് തന്നെ അവർ നിങ്ങളിൽ നിന്ന് വേണ്ടതല്ല നിങ്ങളെ മക്കളൊക്കെ ഊറ്റിയെടുത്ത് നിങ്ങളെ വീട്ടുകാർക്കൊരു ഭാരമായി. അപ്പോൾ ഭാരമായ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് എന്താ പറയുക മീൻസ് പൈസയൊന്നും മക്കൾ തരുന്നില്ല. അവരൊക്കെ തോന്നിയ പോലെ വൈഫിൻ്റെയും അല്ലെങ്കിൽ മക്കളെയൊക്കെ അല്ലെങ്കിൽ ഭർത്താവിനെയൊക്കെ നോക്കിയിട്ട് നടക്കുകയാണ്, നിങ്ങൾ നോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ സ്ഥലവും സാധന ജംഗമ വസ്തുക്കളൊക്കെ നിങ്ങൾ ബാങ്കിന് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. അപ്പോൾ ലോൺ എങ്ങനത്തെ ലോണായിരുന്നു പറഞ്ഞാൽ ആനുറ്റി ലോൺ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തട്ടിപ്പോണത് വരെ എല്ലാ മാസവും ബാങ്ക് നിങ്ങൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് പേയ്മെൻറ്റ് തരും. പേയ്മെൻറ്റ് തന്നിട്ട് നിങ്ങൾ അങ്ങനെ ഈ ലോകത്ത് നിന്നും കണ്ണടച്ച് സമാധാനമില്ലാതെ പോണ സമയത്ത്, ഞാൻ വെറുതെ പറയട്ടെ, ഒന്നും കാര്യമാക്കരുത്, ജസ്റ്റ് ഫോർ ഫൺ, ഓക്കെ. അപ്പോൾ നിങ്ങൾ പോണ സമയത്ത് പോകുന്നത് വരെ നിങ്ങൾക്ക് മരുന്ന് കുടിക്കാനുള്ളതും ലക്ഷർ അടിക്കാനുള്ളതും അത്യാവശ്യം വെള്ളം അടിക്കാനുള്ളതും എല്ലാ പൈസയും ആര് തരും? ഗവൺമെൻറ് അല്ല, ബാങ്ക് തരും. അപ്പോൾ ബാങ്ക് തന്നു കഴിഞ്ഞാൽ ബാങ്ക് തരുന്നത് നിങ്ങളെ പേരിലുള്ള ഈ വീട് അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഈടായിട്ടാണ് ബാങ്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ടാണ് ബാങ്ക് തരിക. അപ്പോൾ നിങ്ങളെ കാലശേഷം ഈ പ്രോപ്പർട്ടി ആരെടുത്തുകൊണ്ട് പോകും? ബാങ്ക് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങളെ അച്ഛൻ ഉറങ്ങിയ വീട്ടിൽ തന്നെ അച്ഛൻ കിടന്ന കസേരയിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് മക്കൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മക്കൾ പിന്നെ എന്ത് ചെയ്യണം? ഈ പ്രോപ്പർട്ടി ബാങ്കിന് അച്ഛനെടുത്ത ലോണും പലിശയും അടച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ബാങ്ക് ആർക്ക് തിരിച്ചു കൊടുക്കും? മക്കൾക്ക് തിരിച്ചു കൊടുക്കും. പിന്നെ അവരെ തല്ലിയ കുത്തുക വെട്ടുക മരിക്കുക എന്താ വെച്ചാൽ മക്കൾ എന്ത് ചെയ്യുക? ആവുക. ഫൈൻ. ഈ ഒരു അറേഞ്ച്മെൻറ്റ് പറഞ്ഞ പേരാണെന്ത്? റിവേഴ്സ് മോർഗേജ്. അച്ഛൻ ലോൺ എടുക്കുന്നത്, ജാളി അടിക്കുന്നത്, അതുപോലെ തിരിച്ചടക്കണ മക്കൾ തിരിച്ചടച്ചാൽ അവർക്ക് കിട്ടും, ഇല്ലെങ്കിൽ ബാങ്ക് കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അസറ്റ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാലും നമ്മുടെ വീട് സ്ഥലമൊക്കെ പോയി കഴിഞ്ഞാലും അതിനെ പറഞ്ഞ പേരാണ് റിവേഴ്സ് മോർഗേജ്. അത് ട്രാൻസ്ഫർ അല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷെയർ ബോണ്ട് ഡിബെഞ്ചറൊക്കെ എന്തായി നമ്മൾ കൺവേർട്ട് ചെയ്യും? നമ്മൾ ബോണ്ട് ഡിബെഞ്ചറൊക്കെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴും അതൊന്നും എന്തല്ല, ആക്ച്വലി അതൊന്നും ട്രാൻസ്ഫർ അല്ല. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഫൈൻ. പിന്നെ വേറെ ഒരുപാട് കേസുകളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ HUF അടിച്ചു പിരിയുന്ന സമയത്ത് കൊടുക്കുന്ന പൈസ, അതുപോലെ തന്നെ ഗിഫ്റ്റ് ഇൻഹെറിറ്റൻസ് ആയിട്ട് കൊടുക്കുന്ന പൈസ, അങ്ങനെ ഒരുപാട് കേസുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, വി ക്യാൻ ഹാവ് സം എക്സാമ്പിൾ. ഇപ്പോൾ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ലയബിലിറ്റി ഡസ് നോട്ട് അറൈസ്? ക്യാപിറ്റൽ ഗെയിൻ എപ്പോഴാണ് ഈ ലയബിലിറ്റി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ലയബിലിറ്റി എപ്പോഴാണ് അറൈസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ എപ്പോഴാണ് ഉണ്ടാവാത്തതെന്നുള്ളതാണ്. ഒരു ഗോൾഡ് വാങ്ങി 25,000 പ്രീവിയസ് ഇയർ 1920 അത് അവൻ്റെ ആർക്ക് കൊടുത്തു? മകന് കൊടുത്തു, കല്യാണവുമായി ബന്ധപ്പെട്ട്. ഫെയർ മാർക്കറ്റ് വാല്യൂ ഇത്രയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ആക്ച്വലി ആ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു. ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്? മകന്. അപ്പോൾ എന്തായിട്ടാണ്? ഗിഫ്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 47 ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ഗിഫ്റ്റ് ഓർ വിൽ ഓർ അൻ ഇറീവോക്കബിൾ ട്രസ്റ്റ് എന്തല്ല? ടാക്സബിൾ ട്രാൻസ്ഫർ അല്ല. അതുകൊണ്ട് അവിടെ ട്രാൻസ്ഫർ ഇല്ലാത്തതുകൊണ്ട് അവിടെ ക്യാപിറ്റൽ ഗെയിൻ വരില്ല. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഈസ് പർച്ചേസ്ഡ് ബൈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി 1945 for 20,000. ഇറ്റ് ഈസ് ഗിവൺ ടു വൺ ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് അറ്റ് ദ ടൈം ഓഫ് പാർട്ടീഷൻ ഓഫ് HUF അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അതും എന്തല്ല? ട്രാൻസ്ഫർ അല്ല. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരില്ല. പിന്നെ മിസ്റ്റർ ബി 50 കൺവേർട്ടബിൾ ഡിബെഞ്ചർ വാങ്ങി, അത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഷെയർ ആയിട്ട് നമ്മൾ ഡിബെഞ്ചറിനെയും ബോണ്ടിനൊക്കെ കൺവേർട്ട് ചെയ്യുന്നതും എന്തല്ല? ക്യാപിറ്റൽ ഗെയിൻ അല്ല. ഓക്കെ, അത് എക്സെപ്റ്റഡ് ട്രാൻസ്ഫർ ആണ്. ദെൻ അഭിഷേക് സീനിയർ സിറ്റിസനാണ്. അവൻ മോർഗേജ് ചെയ്തു റെസിഡൻഷ്യൽ ഹൗസ് വിത്ത് ബാങ്ക്. ഞങ്ങളെ കഥ പറഞ്ഞ പോലെ തന്നെ ഏതുമായി ബന്ധപ്പെട്ട്? റിവേഴ്സ് മോർഗേജുമായി ബന്ധപ്പെട്ട്. അങ്ങനെ റിവേഴ്സ് മോർഗേജുമായി ബന്ധപ്പെട്ട് നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തല്ല? ക്യാപിറ്റൽ ട്രാൻസ്ഫർ അല്ല. ട്രാൻസ്ഫർ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യൂല? ടാക്സ് ചെയ്യൂല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ട്രാൻസാക്ഷൻസ് നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിമ്പിൾ കേസ്, നിങ്ങൾ അക്കൗണ്ട്സ് ഒക്കെ അറിയുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പക്ഷേ അടിപൊളിയായിട്ടുള്ള അടിപൊളി ടോപ്പിക്. ഓക്കെ, ഇത്രേ ഉള്ളൂ. സ്ലം സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്ന ആളാണ്. എനിക്ക് 2 യൂണിറ്റ് ഉണ്ട്. ഒന്ന് സിമെൻറ്റ് യൂണിറ്റ്, ഒന്ന് ഞാനൊരു ഹോൾസെയിൽ ട്രേഡറാണ്. ഒന്ന് ഞാൻ സിമെൻറ്റ് ഹോൾസെയിലായിട്ട് സെല് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒന്ന് ഞാൻ അയൺ സ്റ്റീൽ ഞാൻ ഹോൾസെയിലായിട്ട് സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 യൂണിറ്റ് ഉണ്ട്. ഐ എം ഹാവിങ് 2 യൂണിറ്റ്സ്. ഇഫ് ഐ എം സെല്ലിങ് എയ്തർ ഓഫ് ദീസ് 2 യൂണിറ്റ്സ്, ഈ രണ്ട് ഞാൻ സാധാരണ നമ്മൾ സെല് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഏതായിരിക്കും? നമ്മളൊരു അസറ്റ് സെല് ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്ഥലം സെല് ചെയ്യും, ഒരു ബിൽഡിംഗ് സെല് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് മെഷീൻ സെല് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ സെല് ചെയ്യും, അല്ലെങ്കിൽ ഒരു കാർ സെല് ചെയ്യും, അല്ലെങ്കിൽ ജ്വല്ലറി സെല് ചെയ്യും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ സെല് ചെയ്യാറ്. ഇതങ്ങനെയല്ല. നമ്മളൊരു ടോട്ടൽ ബിസിനസ് എടുത്തിട്ട്, ഒരു യൂണിറ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സെല് ചെയ്യാണ്. അങ്ങനെ നമ്മൾ സെല് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? സ്ലം സെയിൽ. അപ്പോൾ സ്ലം സെയിൽ, സ്ലം ഡോഗ് മില്ലിയറാണോ അല്ല കേട്ടോ, സ്ലം സെയിൽ. അപ്പോൾ സ്ലം സെയിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എ ഹോൾ ബിസിനസ് ഓർ എ യൂണിറ്റ് ഓഫ് ബിസിനസ് ഫോർ എ ലംസം കൺസിഡറേഷൻ. ആ സമയത്ത് നമ്മൾ കൺസിഡറേഷൻ വാങ്ങുക, ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ ഈ യൂണിറ്റ് ഞാൻ ഇത്ര രൂപയ്ക്ക് നിനക്ക് തരാമെന്ന് പറയാം. അല്ലാതെ ഇതിലത് ഓരോ ഐറ്റത്തിനും ഇത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യില്ല, പറയില്ല. അപ്പോൾ സ്ലം സെയിൽ എന്ന് പറഞ്ഞാൽ അസസി ട്രാൻസ്ഫർ ചെയ്യാണ് എൻ്റെ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഫോർ എ ലംസം കൺസിഡറേഷൻ, ഒരു ടോട്ടൽ എമൗണ്ടിന് വേണ്ടിയിട്ട്. വിത്തൗട്ട് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യില്ല, അസൈൻ ചെയ്യില്ല, ഇതിന് ഇത്ര വില അതിന് ഇത്ര വില എന്നൊന്നും പറഞ്ഞിട്ട്. അതാണ് എന്ത്? സ്ലം സെയിൽ. അപ്പോൾ സ്ലം സെയിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നില്ലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മിസ്റ്റർ രാജുവിന് ഞാൻ എൻ്റെ സിമെൻറ്റ് മാനുഫാക്ചർ അല്ലെങ്കിൽ സിമെൻറ്റ് ഹോൾസെയിൽ യൂണിറ്റ് ഞാൻ വിറ്റു. അപ്പോൾ അങ്ങനെ വിൽക്കുന്ന സമയത്ത് ആർക്കാണ് ക്യാപിറ്റൽ ഗെയിൻ? ഞാനാണ് വിൽക്കുന്നത്. ആരാണ് വാങ്ങുന്നത്? രാജുവാണ് വാങ്ങുന്നത്. അപ്പോൾ എപ്പോഴും സെല്ലർക്കല്ല സെല്ലർക്കാണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക, ആർക്കല്ല? ബയ്യർക്കല്ല. ഓക്കെ. അപ്പോൾ ബയ്യറായ രാജു എനിക്ക് ലംസം പേയ്മെൻറ്റ് തരും, ഞാൻ എൻ്റെ സിമെൻറ്റ് ഡിവിഷൻ അവന് കൊടുക്കും. അപ്പോൾ എൻ്റെ കയ്യിലാണ് ആക്ച്വലി, ട്രാൻസ്ഫററുടെ കയ്യിൽ, സെല്ലറുടെ കയ്യിലാണ് ആക്ച്വലി എന്തുണ്ടാവുക? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, സിമ്പിൾ കേസ് നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ്റെ ഫോർമുല, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക? ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ റിസീവ്ഡ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് കുറക്കുക, പിന്നെ എന്ത് ചെയ്യുക? കോസ്റ്റ് മൈനസ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ അസറ്റിൻ്റെ കോസ്റ്റ് മൈനസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുക. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അത് പീരീഡ് ഓഫ് ഹോൾഡിങ്ങിൻ്റെ ബേസിൽ നമ്മൾ ഷോർട്ട് ടേം എന്നും ലോങ് ടേം എന്നും ആയിട്ടും ക്യാപിറ്റൽ അസറ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്ലാസിഫൈ ചെയ്യും, ഡിസ്റ്റിങ്വിഷ് ചെയ്യും. ഈ ഷോർട്ട് ടേം അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഉണ്ടാവുന്ന ഗെയിൻ ഓർ ലോസ് ഷോർട്ട് ടേം ആയിരിക്കും, ലോങ് ടേം ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ഗെയിൻ ഓർ ലോസ് ലോങ് ടേം ആയിരിക്കും. ഇതിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മളിവിടെ എൻറ്റയർലി എന്നല്ല, നമ്മൾ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുൾ വാല്യൂ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ സിമെൻറ്റ് ഡിവിഷൻ വിൽക്കുന്ന സമയത്ത് എൻ്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാജുവിന് ഇത് കൊടുക്കുന്ന സമയത്ത്, രാജു ഫോർ എക്സാമ്പിൾ 10 ലക്ഷത്തിനാണ് എൻ്റെ സിമെൻറ്റ് ഡിവിഷൻ വാങ്ങുന്നതെങ്കിൽ ആ 10 ലക്ഷം ആയിരിക്കും എന്ത്? എൻ്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇനി അതിൽ നിന്നുമായി ബന്ധപ്പെട്ട് വല്ല ട്രാൻസ്ഫർ എക്സ്പെൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ദാറ്റ് എമൗണ്ട് വിൽ ബിക്കം നെറ്റ് കൺസിഡറേഷൻ. ഇനി നെറ്റ് കൺസിഡറേഷൻ നിന്ന് ഞാൻ എന്താ കുറക്കേണ്ടത്? എൻ്റെ കോസ്റ്റ് കുറക്കണം. ഈ കേസിൽ എൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിൻ്റെ നെറ്റ് വർത്ത് ആയിരിക്കും. ഏത് ബിസിനസ്സിൻ്റെ? ഞാൻ അവന് എന്താണോ കൊടുക്കുന്നത്? എൻ്റെ സിമെൻറ്റ് ഡിവിഷനാണ് കൊടുക്കുന്നത്. ഐ എം ഹാവിങ് 2 ഡിവിഷൻ, സിമെൻറ്റ് ആൻഡ് സ്റ്റീൽ. അപ്പോൾ സിമെൻറ്റ് ഡിവിഷൻ്റെ നെറ്റ് വർത്താണ് എന്ത് ചെയ്യുക? നമ്മൾ കോസ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ നെറ്റ് വർത്ത് നിങ്ങൾ അക്കൗണ്ട്സിലൊക്കെ കേട്ടിട്ടുണ്ടാവണം. യു ഷുഡ് ഹിയർ, FM-ലൊക്കെ പഠിക്കാണ്ട് നിങ്ങൾക്ക് നെറ്റ് വർത്ത് അല്ലേ? നെറ്റ് വർത്ത് നമ്മൾ ഒരുപാട് ROCE, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ROE, ROI ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ നെറ്റ് വർത്തൊക്കെ കാണും. അപ്പോൾ അവിടെ അല്ലേ അതേ ഒരു മീനിങ് തന്നെയാണ് നെറ്റ് വർത്ത്. പക്ഷേ നമുക്കറിയാം ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റാണ്. അപ്പോൾ ഏതൊരു കേസിലും ഇവിടെ പലതും ഇങ്ങനെയാണ് ബൈ എന്ന് പറയില്ല നമ്മൾ. അപ്പോൾ അതിൻ്റെ നമ്മൾ ഏതുപോലെ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റും ക്യാപിറ്റൽ എംപ്ലോയിഡൊക്കെ കണ്ടില്ലേ PGBP-ൽ? അതേപോലെ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ എവിടെ കണ്ടത്? സെക്ഷൻ 35D-ൽ. എവിടെ? സെക്ഷൻ 35D ഏതായിരുന്നു? പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിനൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല? ആഡ് ചെയ്തില്ല. അതേപോലെ ഡിബെഞ്ചറിനൊക്കെ നമ്മൾ ആഡ് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. എനിവേ, അപ്പോൾ നമ്മളിവിടെ കോസ്റ്റ് ആയിട്ട് എടുക്കുക. നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിറ്റിൻ്റെ നെറ്റ് വർത്താണ്. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറയും ആ ഒരു ഓണർ ഫണ്ട് എന്നൊക്കെ പറയും. ജനറൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ നെറ്റ് വർത്ത് നമ്മൾ എങ്ങനെ കാണാന്നില്ല നമ്മൾ പറയേണ്ടത്. നെറ്റ് വർത്ത് എങ്ങനെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസറ്റ് മൈനസ് ലാബിലിറ്റിയാണ് ആക്ച്വലി എന്ത്? നെറ്റ് വർത്ത്. അസറ്റ് മൈനസ് ലാബിലിറ്റി, അതാണല്ലോ ക്യാപിറ്റൽ. ഇനി അക്കൗണ്ടിങ് ഈക്വേഷനൊക്കെ ഞങ്ങൾ പഠിപ്പിക്കണോ? അസറ്റ് മൈനസ് ലാബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ അസറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഡിപ്രീസിയബിൾ അസറ്റ് ഉണ്ടാവും. ഡിപ്രീസിയബിൾ അസറ്റ് നമ്മൾ എടുക്കേണ്ടത് ഏത് വാല്യൂലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ WDV ആസ് പെർ ഇൻകം ടാക്സ് എന്താണോ ഉള്ളത് ആ WDV-യിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഡിപ്രീസിയബിൾ അസറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നെറ്റ് വർത്ത് കാണണമെങ്കിൽ ഞാൻ ടോട്ടൽ അസറ്റ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ലാബിലിറ്റി മൈനസ് ചെയ്യണം. അപ്പോൾ അസറ്റ് എടുക്കുന്ന സമയത്ത് ഡിപ്രീസിയബിൾ അസറ്റ് എടുക്കുക നമ്മൾ ഏത് വാല്യൂലാണ്? നമ്മൾ ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സ് പ്രകാരം ഡിപ്രീസിയേഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അസറ്റിൻ്റെ വാല്യൂ, ഡിപ്രീസിയബിൾ അസറ്റിൻ്റെ വാല്യൂ എടുക്കേണ്ടത്. അതർ അസറ്റിൻ്റെ ഒക്കെ നമ്മൾ ഏത് വാല്യൂ എടുക്കുക? ബുക്ക് വാല്യൂ എടുക്കുക. ബുക്ക് വാല്യൂ പറഞ്ഞാൽ ഏത് വാല്യൂ ആണോ ബാലൻസ് ഷീറ്റിൽ കാണുന്നത് അത് തന്നെയാണ് എന്ത്? ബുക്ക് വാല്യൂ. പിന്നെ അതുപോലെ തന്നെ അസറ്റ് എടുത്തു, ഇപ്പോൾ ഡിപ്രീസിയബിൾ അസറ്റ് എടുത്തു, അതർ അസറ്റ് എടുത്തു, മൈനസ് നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? ലാബിലിറ്റീസ് മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫിഗറിനെ പറയുന്ന പേരാണ് നെറ്റ് വർത്ത്. ഈ നെറ്റ് വർത്ത് നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ നെറ്റ് വർത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് അക്വസിഷനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ സ്ലം സെയിലിൽ നമ്മളൊരു ഡിവിഷൻ സെല് ചെയ്യുന്ന സമയത്ത് ആ ഡിവിഷൻ സെല് ചെയ്യുമ്പോൾ എനിക്ക് എന്താണോ കിട്ടുന്നത് ലംസമായിട്ട് കിട്ടുന്ന ആ പേയ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അതിൽ നിന്നും
ട്രാൻസ്ഫർ എക്സ്പെൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ കിട്ടും. നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് മൈനസ് ചെയ്യേണ്ട ആരെയാണ്? നെറ്റ് വർത്തിനാണ്. ഹൗ ടു കമ്പ്യൂട്ട് നെറ്റ് വർത്ത്? നമ്മൾ പറഞ്ഞു നെറ്റ് വർത്ത് പറഞ്ഞാൽ അസറ്റ് മൈനസ് ലയബിലിറ്റി. അസറ്റ് ഡിപ്രീസിയബിൾ അസറ്റ് നമ്മൾ എങ്ങനെ എടുക്കേണ്ടത്? നമ്മൾ എടുക്കേണ്ടത് ഡിപ്രീസിയബിൾ അസറ്റ് എടുക്കേണ്ടത് ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സ് പ്രകാരം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഡിപ്രീസിയബിൾ അസറ്റ് എടുക്കേണ്ടത്. അതർ അസറ്റ് ബുക്ക് വാല്യൂ എടുക്കുക, ലയബിലിറ്റീസും ബുക്ക് വാല്യൂ എടുക്കുക. അതായിരിക്കും നെറ്റ് വർത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വല്ല അസറ്റുകൾക്ക് വല്ല റീവാലുവേഷൻസും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റീവാലുവേഷൻസിൻ്റെ എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോൾ റീവാലുവേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ് ഒന്നല്ലെങ്കിൽ കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ റീവാലുവേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ അസറ്റ് എങ്ങനെയായിരുന്നു? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അസറ്റുകളൊക്കെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് വർത്ത് എന്തായി? നെഗറ്റീവായി. അപ്പോൾ നെറ്റ് വർത്ത് നെഗറ്റീവായി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്തായി? 0 ആയി, അല്ലെങ്കിൽ കോസ്റ്റ് 0 ആയിരിക്കും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 35AD പ്രകാരമല്ല വല്ല അസറ്റ് ഉണ്ടെങ്കിൽ. ഏതാണ് 35AD? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 35AD ഏതാണ്? സ്പെസിഫൈഡ് ബിസിനസ്. ഓർമ്മല്ലേ? കോൾഡ് ചെയിൻ ഫെസിലിറ്റി 100% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ സെക്ഷൻ ഓർമ്മല്ലേ? PGBPയിൽ. ഓക്കെ, അപ്പോൾ 35ADയിൽ 100% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് അല്ലെങ്കിൽ അസറ്റിന് ഡിഡക്ഷൻ വാങ്ങിയ അസറ്റ് വല്ലതും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഈ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? 0 ആയിട്ട് എടുക്കണം. കാരണം അതിൻ്റെയൊക്കെ നമ്മൾ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഡിഡക്ഷൻ നമ്മൾ ഓൾറെഡി 100% നമ്മൾ എന്ത് ചെയ്തു? ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഏതൊരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അത് ഏതർ ലോങ് ടേം ആവാം ഷോർട്ട് ടേം ആവാം, ദാറ്റ് വിൽ ബി ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ഏത് പീരിയഡ് ഓഫ് ഹോൾഡിംഗ്. അപ്പോൾ നമ്മൾ സെല്ലിന് മുന്നേ നമ്മൾ ഈ യൂണിറ്റ് 3 വർഷം നമ്മൾ ഓട്ടിയിട്ടുണ്ടെങ്കിൽ, അണ്ടർടേക്കിംഗ് നമ്മൾ 3 വർഷത്തിൽ കൂടുതൽ നമ്മൾ ഓട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവും. അതല്ല അതിൽ കുറവാണെങ്കിൽ അതെന്തായിരിക്കും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ഇനി ഇൻട്രസ്റ്റിംഗ്ലി നമുക്കറിയാം നമ്മൾ എന്തിനാണ് ഈ ഷോർട്ട് ടേം ലോങ് ടേം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ക്ലാസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമ്മൾ എന്തിനാണ്? ഇൻഡെക്സേഷൻ ചെയ്യാനാണ്. പിന്നെ ലോങ് ടേമിനും ഷോർട്ട് ടേമിനും ടാക്സ് റേറ്റ് ഡിഫറൻ്റ് ആണ്. പക്ഷേ എവിടെ സ്ലം സെയിലിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇൻഡെക്സേഷൻ സമയത്ത് സെക്ഷൻ 58 കമ്പ്യൂട്ടേഷൻ സമയത്ത് ഇൻഡെക്സേഷൻ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ഓഫ് സ്ലം സെയിൽ ദർ ഈസ് നോ ഇൻഡെക്സേഷൻ. അപ്പോൾ നമ്മൾ ലോങ് ടേം ഷോർട്ട് ടേം എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും പീരിയഡ് ഓഫ് ഹോൾഡിങ്ങിൻ്റെ ബേസിൽ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യില്ല? ഇൻഡെക്സേഷൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയുള്ള സ്ലം സെയിൽ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ പൈസ മൈനസ് നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് വർത്ത് എടുക്കണം. നെറ്റ് വർത്ത് കാണുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. പിന്നെ റീവാലുവേഷൻ റിസർവും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. 3 വർഷത്തിൽ കൂടുതലാണ് നമ്മൾ ഹോൾഡ് ചെയ്തതെങ്കിൽ ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം. അപ്പോൾ യു മൈറ്റ് ഹാവ് ഗോട്ട് എ റഫ് ഐഡിയ റിഗാർഡിംഗ് സ്ലം സെയിൽ. ഡോണ്ട് വറി, ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ വൺസ് വി ഡിസ്കസ് എ പ്രോബ്ലം. ഇല്ലൂസ്ട്രേഷൻ 11. ആകാശ് എൻ്റർപ്രൈസിന് 2 യൂണിറ്റ് ഉണ്ട്. 1/4/2019 അവൻ യൂണിറ്റ് 1 എന്ത് ചെയ്തു? സ്ലം സെയിലിൻ്റെ ഭാഗമായിട്ട് സെല്ല് ചെയ്തു 25 lakhന്. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ കൺസിഡറേഷൻ. ഇനി യൂണിറ്റ് 1 നമ്മൾ 2005-06 തുടങ്ങിയത്. അപ്പോൾ ഉറപ്പായിട്ട് 3 വർഷത്തിലേറെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? റൺ ചെയ്തു. 2005-06 തുടങ്ങിയിട്ട് 2019 വിൽക്കുക പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ബീൻ ഹൗ മെനി ഇയേഴ്സ്? 13.5 വർഷത്തിലേറായി. ദെൻ ഈ ട്രാൻസ്ഫർ ചെയ്യണമായി ബന്ധപ്പെട്ട് 28,000 രൂപ എനിക്ക് എന്ത് ചെയ്തു? എക്സ്പെൻസ് ചിലവായി. ഏത് യൂണിറ്റാണ് സെല്ല് ചെയ്യുന്നത്? യൂണിറ്റ് 1. അപ്പോൾ ഈ യൂണിറ്റ് 2ക്ക് നോക്കിയാൽ ചെയ്തിട്ടാ, യൂണിറ്റ് 1 മാത്രം നോക്കിയാൽ മതി. ഫൈൻ. അപ്പോൾ യൂണിറ്റ് 1 നമ്മൾ സെല്ല് ചെയ്യുന്നത് 25 lakhനാണ്. അപ്പോൾ നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസ്ട്രക്ഷൻ 25 lakh ആണ്. പിന്നെ നമ്മൾ സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ട് ഹൗ മച്ച് ഈസ് ഇൻകേർഡ്? 28,000 ഈസ് ഇൻകേർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കൺസ്ട്രക്ഷൻ കിട്ടും. അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് ഇവിടെയാണ് നിങ്ങളെല്ലാവരും വീണ് പോവുക. ഏതാണ്? നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അസറ്റ് മൈനസ് ലയബിലിറ്റി. അപ്പോൾ യൂണിറ്റ് 1ൻ്റെ അസറ്റുകൾ ഏതൊക്കെയാണ്? ബിൽഡിംഗ് ഉണ്ട്, മെഷീനറി ഉണ്ട്, അതുപോലെ ഡെറ്റേഴ്സ് ഉണ്ട്, അതർ അസറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് 1ൻ്റെ ബാങ്ക് ലോൺ യൂണിറ്റ് 1ൻ്റെ 70% ഉണ്ട്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് യൂണിറ്റ് 1ൻ്റെ 25% ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യൂണിറ്റ് 1ൻ്റെ അസറ്റും ലയബിലിറ്റിയും. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അസറ്റുകൾ ഡിപ്രീസിയബിൾ അസറ്റ് എടുക്കേണ്ടത് WDV ഏത് പ്രകാരം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തതിന് ശേഷമുള്ള ബുക്ക് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇൻകം ടാക്സ് പ്രകാരം ഡിപ്രീസിയേഷൻ കൊടുത്തതിന് ശേഷമുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. അതർ അസറ്റ് ബുക്ക് വാല്യൂ എടുക്കുക, ലയബിലിറ്റി ബുക്ക് വാല്യൂ എടുക്കുക. വല്ല റീവാലുവേഷനും അബദ്ധവശാൽ കൈവശം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ എഫക്റ്റ് റിമൂവ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ട് റീവാലുവേഷൻ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ ബിൽഡിംഗ് യൂണിറ്റ് 1ലെ ബിൽഡിംഗ് നമ്മൾ അപ്വേർഡ് റീവാലുവേഷൻ ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞു. അയ്യോ പോയല്ലോ. അപ്പോൾ ബിൽഡിംഗ് 12,000 യൂണിറ്റ് 1ൽ 12,000 അല്ലടോ 12 ലക്ഷം 12 lakh വന്നത് നമ്മളിവിടെ റീവാലുവേഷൻ റിസർവ് 3 ലക്ഷം ഉണ്ടല്ലോ. അപ്പോൾ റീവാലുവേഷൻ 3 ലക്ഷം വന്നത് എങ്ങനെ? നമ്മൾ ബിൽഡിങ്ങിന് അപ്വേർഡ് റീവാലുവേഷൻ ചെയ്താണ്. ഈ AS10 PP ഒന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അപ്വേർഡ് റീവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി വരും. ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 3 lakh ടു റീവാലുവേഷൻ റിസർവ് 3 lakh. അപ്പോഴാണ് ഇത് ഡെബിറ്റിലും ക്രെഡിറ്റിലും ഇങ്ങനെ അപ്പുറത്തും വന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് നമ്മൾ അതിൻ്റെ എഫക്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ബിൽഡിംഗിൽ നിന്ന് റീവാലുവേഷൻ റിസർവ് റീവാല്യൂ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ബിൽഡിംഗ് എടുക്കേണ്ടത് എത്ര വാല്യൂലാണ്? 12 lakhലാണോ അതോ 9 lakhലാണോ? ബിൽഡിംഗ് നമ്മൾ എടുക്കേണ്ടത് 9 lakhലാണ് എടുക്കേണ്ടത്. പിന്നെ മെഷീനറി ഉണ്ട് 3 lakh, അടിപൊളി. പിന്നെ ഡെപ്റ്റേഴ്സിൻ്റെ എത്ര? 1 lakh, അത് നമ്മൾ എടുത്തു. പിന്നെ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഫുള്ള് വായിച്ചില്ല. അയ്യോ,
പിന്നെ നോ ഇൻഡിവിജ്വൽ വാല്യൂ ഓഫ് എനി അസറ്റ് ഈസ് കൺസിഡർ ഓൺ ദ ട്രാൻസ്ഫർ ഡീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലംസമായിട്ടാണ്. പിന്നെ അതർ അസറ്റ് യൂണിറ്റ് 1ൻ്റെ അതർ അസറ്റിൽ 1,50,000 ഉണ്ടല്ലോ. അതർ അസറ്റിൽ 1/7/2017 വാങ്ങിയ ഒരു 50,000 രൂപ ഉണ്ട്. അത് പാറ്റൻ്റ് ആണ്. അവന് ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടില്ല. ദൈവമേ തീർന്ന്. അപ്പോൾ 1/7/2017 വാങ്ങിയ അസറ്റിന് നമ്മൾ 17/18 പിന്നെ ഏതാടെ 18/19 അല്ലേ 18/19 2 വർഷം നമ്മൾ ചെയ്തിട്ടില്ല. 17/18 18/19 2 വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടില്ല. പാറ്റൻറ്റ് ഏത് അസറ്റാ? ഇൻടാഞ്ചിബിൾ അസറ്റ്. ഡിപ്രീസിയേഷൻ റേറ്റ് എത്ര? 25%. കണ്ടോ വന്ന് ഇറങ്ങണോ PGBP. ഓക്കെ, പാറ്റൻറ്റ് പ്ലാൻ ആൻഡ് മിസ്റ്ററിയാണ്. ഡിപ്രീസിയേഷൻ റേറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റാണ് 25%. അപ്പോൾ പാറ്റൻറ്റിന് ഈ 50,000 ഇപ്പോൾ 1,50,000. ഇവിടെ അതർ അസറ്റിൽ 1,50,000 50,000 അതർ അസറ്റിൽ 1,50,000 50,000 പാറ്റൻ്റാണ്. ബാക്കിയാണ് എന്ത്? അതർ അസറ്റ്. അപ്പോൾ പാറ്റൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ പാറ്റൻറ്റിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക 50,000. പിന്നെ അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഒന്നാമത്തെ വർഷം 12,500. അപ്പോൾ രണ്ടാമത്തെ വർഷത്തിൽ 37,500 ഓപ്പണിംഗ് വരും. അതിന് വീണ്ടും 25% ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ ബാക്കി 28,125. അപ്പോൾ അത് അതർ അസറ്റ് 1,50,000 ഉണ്ട്. അതിൽ പാറ്റൻറ്റ് 28,125. ബാക്കി അതർ അസറ്റ് 1,00,000. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റേഴ്സിൻ്റെ 25%, ബാങ്ക് ലോണിൻ്റെ 70%, യൂണിറ്റ് 1ൻ്റെയാണ്. അതും ബുക്ക് വാല്യൂ എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ നെറ്റ് വർത്ത് നമുക്ക് 12,50,625 കിട്ടും. അപ്പോൾ ഈ നെറ്റ് വർത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നെറ്റ് കൺസിഡറേഷൻ നമ്മൾ കുറക്കുമ്പോൾ കിട്ടുന്നത് എന്താ? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇൻഡെക്സേഷൻ ചെയ്യാൻ പാടുണ്ടോ? അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ചെയ്യരുതിട്ടാ, ഇൻഡെക്സേഷൻ ചെയ്യാൻ പാടില്ല. പിന്നെ എന്തിനാ സാറേ ഞാനിങ്ങനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെ പറയുന്നത്? അതൊക്കെ നമുക്ക് സമയം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫൈൻ. സോ ദാറ്റ്സ് അബൌട്ട് സ്ലം സെയിൽ. അപ്പോൾ സ്ലം സെയിലിൽ ഉള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, റൂൾസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്സാമിനർ വല്ല സൈക്കോ ആയിട്ട് വെറൈറ്റി ആയിട്ടൊരു ക്വസ്റ്റ്യനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ഗെയിൻ ചോദിക്കുകയാണെങ്കിൽ സ്ലം സെയിൽ ഉറപ്പായിട്ടും ചോദിക്കുക. സിമ്പിൾ കേസ്, അടിപൊളി, തകർക്ക്. സ്ലം സെയിൽ നമ്മൾ ഇതിൽ നിന്ന് യാത്രയാകുമ്പോൾ അടുത്ത അതിയായിട്ട് നമുക്ക് വരാൻ പോണത് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് ഡിപ്രീസിയബിൾ അസറ്റ്. ഡിപ്രീസിയബിൾ അസറ്റ് ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ. ഇപ്പോൾ സ്ലം സെയിൽ, അപ്പോൾ സാറേ സ്ലം സെയിലിൽ ഞാൻ ഡിപ്രീസിയബിൾ അസറ്റ് എടുത്ത് വിറ്റില്ലേ? ഇത് ബന്ധമല്ല. ഇത് ബന്ധമുണ്ട്, പക്ഷേ നമ്മളത് പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മളൊരു യൂണിറ്റ് ഫുള്ളായിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഡിപ്രീസിയബിൾ ഉണ്ടാവും, നോൺ ഡിപ്രീസിയബിൾ ഉണ്ടാവും, അസറ്റ് ഉണ്ടാവും, ലാബിലിറ്റി ഉണ്ടാവും. എല്ലാ ചട്ടി, കലം, പാത്രം എല്ലാം നമ്മൾ എടുത്ത് എറിയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഞാൻ ഡിപ്രീസിയേഷൻ കൊടുക്കുന്ന ഒരു പ്ലാൻ ആൻഡ് മിഷനറി ഞാൻ എന്ത് ചെയ്യാണ്? സെല്ല് ചെയ്യാണ്. അപ്പോൾ ആരാടാ ഈ ഡിപ്രീസിയബിൾ അസറ്റൊക്കെ സെല്ല് ചെയ്യുക? നിങ്ങളുടെ നാട്ടിലെ ചുമ്മാ നടക്കുന്ന ചന്ദ്രേട്ടനും അറക്കലബു ഒക്കെ ആണോ? അല്ല. ആരാണ്? ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരല്ലേ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുക. ബിസിനസ് ചെയ്യാത്ത ആൾക്ക് എന്ത് ഡിപ്രീസിയേഷൻ? ഓക്കെ. അപ്പോൾ ഡിപ്രീസിയബിൾ അസറ്റിന് നമ്മളെങ്ങനെ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മളെങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നില്ലതാണ് സെക്ഷൻ 50 ആൻഡ് 50A പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിപ്രീസിയേഷൻ നമ്മൾ WDV പ്രകാരമാണ്. SLM ഉണ്ട് ഇതിൽ. SLM ഞാൻ പറയുന്നില്ല. കുറച്ച് അതൊക്കെ നമ്മൾ വിത്ത് എക്സാമ്പിൾസ് ഇതെല്ലാം പറയാൻ പറ്റുള്ളൂ. ഞാനിത് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് യു വിൽ ഹാവ് കൺഫ്യൂഷൻ. സ്ലം സെയിൽ പോലെ നമുക്ക് തകർത്തടിക്കാൻ പറ്റിയൊരു ഏരിയ അല്ല. പക്ഷേ എന്നാലും യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസി. നമ്മൾ SLM മെത്തേഡല്ല പറയുന്നത്. SLM നമുക്കറിയാം ആര് മാത്രമേ ഓപ്റ്റ് ചെയ്യുള്ളൂ. ഡിപ്രീസിയേഷൻ ആര് മാത്രമേ SLM മെത്തേഡിൽ പ്രൊവൈഡ് ചെയ്യുള്ളൂ? പവർ ജനറേറ്റിംഗ് ആൻഡ് പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് എൻറ്റിറ്റീസ് മാത്രമേ ഉള്ളൂ. അല്ലാത്ത എല്ലാവരും ഓപ്റ്റ് ചെയ്തതാണ് WDV ആണ്. WDVയിൽ നമ്മൾ ബ്ലോക്ക് കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇത്രയോട് പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു അസറ്റ് വിറ്റു, ഒരു അസറ്റ് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കൺസിഡറേഷൻ കിട്ടും. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷന് വല്ല സെല്ലിങ് എക്സ്പെൻസും ഉണ്ടാവും. അത് മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ കിട്ടും. നമ്മുടെ നെറ്റ് കൺസിഡറേഷൻ നമ്മുടെ ഓപ്പണിംഗ് WDV, നമ്മുടെ ബ്ലോക്കിൻ്റെ ഓപ്പണിംഗ് WDV പ്ലസ് ആ വർഷം നമ്മൾ വല്ല അസറ്റും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമായി അല്ലെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ലുക്ക് അറ്റ് ദ ഗ്രീൻ ഏരിയ, നെറ്റ് കൺസിഡറേഷൻ ഈസ് മോർ ദാൻ ഓപ്പണിംഗ് WDV പ്ലസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ് അക്വയർഡ് ഇൻ ദ ബ്ലോക്ക് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മുടെ ഡിഫറൻസ് ഉണ്ടല്ലോ, എത്ര കണ്ടാൽ കൂടുതലാണ് ആ ഡിഫറൻസ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? STCG ആയിട്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഡിപ്രീസിയബിൾ അസറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ നോക്കേണ്ട ആവശ്യമില്ല. ദ ബ്ലൈൻഡ് റൂൾ ഈസ് ദാറ്റ് എവറി ഡിപ്രീസിയബിൾ അസറ്റ് ട്രാൻസ്ഫേർഡ് വിൽ ജനറേറ്റ് ഓൺലി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്രീസിയബിൾ അസറ്റിനെയും നമ്മൾ ഷോർട്ട് ടൈം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻകം ടാക്സ് ട്രീറ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ സ്പെസിഫിക്കലി അത് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ പീരീഡ് ഓഫ് ഹോൾഡിംഗ് വെച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എല്ലാ ഡിപ്രീസിയബിൾ അസറ്റും ഷോർട്ട് ടൈം ആണ്. സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാവുക ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ നെറ്റ് കൺസിഡറേഷൻ ആ വർഷത്തെ ഓപ്പണിംഗ് WDV പ്ലസ് അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടല്ലോ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഡിഫറൻസ് എന്തായിരിക്കും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. സെക്കൻഡ് കേസ് നമ്മുടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, പക്ഷേ അത് ലെസ് ദാൻ ഓപ്പണിംഗ് WDV ഓഫ് ബ്ലോക്ക് പ്ലസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ് അക്വയർഡ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് PGBP പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് മീൻസ് സെയിം റേറ്റ് സെയിം
ക്ലാസിഫിക്കേഷൻ, സെയിം ക്ലാസിഫിക്കേഷനിൽ സെയിം റേറ്റ് ഡിപ്രീസിയേഷനിലെ എല്ലാ ഐറ്റത്തിനെയും നമ്മൾ ബ്ലോക്ക് എന്ന് പറയും. അപ്പോൾ ബ്ലോക്കിൽ വിൽ ബി ഓൾവേസ് ഹാവിങ് മോർ ദാൻ വൺ അസറ്റിൽ, എപ്പോഴും ഒന്നിലധികം അസറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഫുൾ അസറ്റ് ബ്ലോക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടോ നോക്കണം. നെറ്റ് കൺസിഡറേഷൻ കുറവാണ് ആരെക്കാളും, ഓപ്പണിംഗ് പ്ലസ് അസറ്റ് അക്വിസിഷനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഈ ബ്ലൂ ഏരിയ നോക്കുക, അസറ്റിലെ ബ്ലോക്കിലെ എല്ലാ അസറ്റും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തോ നോക്കുക. ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു എങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്, STCL, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. അപ്പോൾ മുകളിൽ കൺസിഡറേഷൻ കൂടുതലായപ്പോൾ STCG വന്നു, ഗെയിൻ വന്നു. ഇവിടെ താഴെ കൺസിഡറേഷൻ കുറവായപ്പോൾ എന്ത് വന്നു, STCL വന്നു. ഇനി നമ്മൾ ബ്ലോക്കിലെ എല്ലാ അസറ്റും നമ്മൾ സെല്ല് ചെയ്തിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസിംഗ് WDV ആയിട്ട് എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിൻ്റെ ക്ലോസിംഗ് WDV ആയിട്ട് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകും. അതുപോലെ അടുത്ത വർഷം അതിന് എന്തും കൊടുക്കും, ഡിപ്രീസിയേഷനും പ്രൊവൈഡ് ചെയ്യും. സോ വാട്ട് യു നീഡ് ടു ഡു ഈസ് ദാറ്റ്, പ്ലീസ് take a screenshot of this screen and read it carefully. You will understand. And if you are not understanding, I have a question for you alone, and you will understand from this question, I'm sure. Illustration 10. സിംഗാനിയ സോൾ പ്രൊപ്പറേഷിപ്പാണ്. 6 മെഷീനറി ഉണ്ട്, ബിസിനസ്സിൽ പുട്ട് യൂസ് ചെയ്തു. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 15% ഡിപ്രീസിയേഷനിലാണ്. ഓപ്പണിംഗ് WDV അതിൻ്റെ 8,50,000 ആണ്. അതിൽ 3 എടുത്ത് നമ്മൾ സെല്ല് ചെയ്തു 10 തീയതി ജനുവരി 2019 11 lakhന്. സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് വാങ്ങി 8,50,000. ഡിറ്റർമിൻ ദ ക്ലെയിം ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. അപ്പോൾ 2020-21 നമ്മൾ ഡിപ്രീസിയേഷൻ നമ്മൾ എത്രയെന്നില്ലാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ എപ്പോഴും ക്ലെയിം ചെയ്യുക ക്ലോസിംഗ് WDV ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണണമെങ്കിൽ നമ്മൾ ആദ്യം ഓപ്പണിംഗ് WDV എടുക്കുക. ഓപ്പണിംഗ് WDV എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ 8,50,000 ആണ്. പിന്നെ അസറ്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അസറ്റ് പർച്ചേസ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് ലെസ് ചെയ്യണം, നിങ്ങൾ പഠിച്ചിട്ടില്ലേ, കൺസിഡറേഷൻ റെസീവബിൾ നമ്മൾ വല്ലതും സെല്ല് ചെയ്തുകൊണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ഈ 17 lakh നമ്മൾ എന്ത് ചെയ്തു, 11 lakh മൈനസ് ചെയ്തു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്, 6 lakh ആണ് ക്ലോസിംഗ് WDV. അപ്പോൾ ക്ലോസിംഗ് WDV വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇത് പ്ലാൻ ആൻഡ് മിഷനറി ആണ്. പ്ലാൻ ആൻഡ് മിഷനറി ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 15% ആണ്. പിന്നെ ഈ 6 lakh എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് 8,50,000 ഫുള്ള് പോയി, ബാക്കി വാങ്ങിയ 8,50,000 ആണ്. അസറ്റ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയത് എന്താണ്, നമ്മൾ പുതിയതായിട്ട് വാങ്ങിയത് 10th June സെയിലാണ് 10th June 2019. നമ്മൾ പുതിയ അസറ്റ് വാങ്ങിയത് 30th November 2019. അപ്പോൾ 30th November 2019 വാങ്ങിയ 8,50,000 6 ലക്ഷം ഇനി ബാക്കിയുള്ളത്. ആ 6 ലക്ഷം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് 180 ദിവസം ആയിട്ടില്ല, ലെസ് ദാൻ 180 days ആണ്. അപ്പോൾ നമ്മൾ 15% ഫുൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. നമ്മൾ ഹാഫ് റേറ്റിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്താൽ മതി. എത്ര പെർസെൻറ്റേജ്, 15%. ഹാഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ 7.5% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്താൽ മതി. ഇനി കമ്പ്യൂട്ട് ദ ക്യാപിറ്റൽ ഗെയിൻ ലെവലബിൾ ടു ടാക്സ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. ക്യാപിറ്റൽ ഗെയിൻ എത്രയെന്നില്ലാണ് അസസ്മെൻറ്റ് ഇയർ 2020-21 നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം, നമ്മളിവിടെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുൾ അസറ്റ് ഫുൾ ഗെയിൻ ഫുൾ ബ്ലോക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മൾ നോക്കണം. ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. പിന്നെ നമുക്കറിയാം WDV ഓഫ് ദ ബ്ലോക്ക് പ്ലസ് പർച്ചേസ് 17 lakh, എന്താ പറയുക, ഈ എമൗണ്ട് 17 lakh ആണോ അതോ 11 lakh ആണോ കൂടുതൽ നോക്കുക. അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ ഇതിനേക്കാളും കുറവാണ്. അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മൾ ഈ കേസ് എടുക്കേണ്ടത്. ഏത് കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് കേസിലെ എന്താ പറയുക, അസറ്റ് ഇപ്പോഴും ബാക്കിയുണ്ട്, 6ൽ 3 വിറ്റിട്ടുള്ളൂ. അപ്പോൾ ബാക്കി സെക്കൻഡ് കേസിലെ സ്റ്റിൽ അസറ്റ് നോട്ട് റിമെയിൻ ഇൻ ദ ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മൾ ക്ലോസിംഗ് WDV കാണുക, ആ എമൗണ്ട് കുറച്ചിട്ട് ഈ എമൗണ്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇവിടെ STCGയോ STCLോ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ് കൺസിഡറേഷൻ 11 lakh ആണ്. പക്ഷേ നമ്മളെ അസറ്റ് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് 8,50,000 പ്ലസ് 8,50,000 എന്ന് പറഞ്ഞാൽ 17 lakh വരുന്നുണ്ട്. അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ കുറവാണ് ആരെക്കാളും, ഓപ്പണിംഗ് പ്ലസ് ഇതിനേക്കാളും. അസറ്റിൽ നമ്മൾ ബ്ലോക്കിൽ ഇപ്പോഴും അസറ്റ് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എന്താണ്, ഇത് തമ്മിൽ ഡിഫറൻസ് പറഞ്ഞാൽ 8.5 പ്ലസ് 8.5 17 മൈനസ് 11 എന്ന് പറഞ്ഞാൽ 6 എന്താണ്, ക്ലോസിംഗ് WDV ആണ്. അത് നമ്മളിവിടെ കണ്ടു. അപ്പോൾ രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. ഇനി സിംഗാനിയക്ക് 3 മെഷീനറി വിറ്റത് 21 ലക്ഷത്തിനാണെങ്കിൽ 21 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് കൺസിഡറേഷൻ 21 ലക്ഷം, ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് 17 ലക്ഷം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഏതാ കേസ്, ഫസ്റ്റ് കേസ് ഗ്രീൻ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ നെറ്റ് കൺസിഡറേഷൻ കൂടുതലാണ് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിങ്ങിനേക്കാളും. അപ്പോൾ ഡിഫറൻസ് നമ്മൾ എന്തായിട്ട് എടുക്കുക, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എടുക്കുക. സോ ദിസ് ഈസ് ഹൗ ദ ഡിപ്രീസിയബിൾ അസറ്റിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുക, ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ സെക്ഷൻ 43CA എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ നമ്മൾ പഠിപ്പിച്ചായിരുന്നു PGBP നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രോപ്പർട്ടി ഡീലറാണ് നമ്മുടെ അസസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ SDV ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡ് ബിൽഡിംഗ് അങ്ങനത്തെ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിക്ക് ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാളും കുറഞ്ഞ കൺസിഡറേഷനിലാണ് നമ്മളിത് സെല്ല് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസിഡറേഷൻ്റെ 105% നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. അപ്പോൾ 105% എടുക്കുക. അതിനുള്ളിലാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാണ് നമ്മൾ SDV എങ്കിൽ നമ്മുടെ കൺസിഡറേഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡറേഷനായിട്ട് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനായിട്ട് PGBPക്ക് വേണ്ടി നമ്മൾ എടുക്കുക.
അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എസ് ഡി വിനെ എന്തായിട്ട് എടുക്കണം, നമ്മൾ പി ജി ബി പി ആയിട്ട് എടുക്കണം എന്നുള്ളൊരു റൂൾ നമ്മൾ എന്ത് ചെയ്തായിരുന്നു പറഞ്ഞായിരുന്നു. അതേ റൂള് അത് പി ജി ബി പിയിലെ റൂളാണ്. എപ്പോഴാണ് അത് പി ജി ബി പിയിൽ വരിക? പ്രോപ്പർട്ടി ഡീൽ ചെയ്യുന്ന ബിസിനസ്സുകാർ നമ്മൾ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുന്ന സമയത്താണ് 43CA പി ജി ബി പിയിലെ സെക്ഷൻ ആപ്ലിക്കബിൾ ആവുക. അതേ സാധനം നമ്മൾ ലാൻഡ് ബിസിനസ്സുകാരല്ലാത്ത ആളുകൾ സെല്ല് ചെയ്യുന്ന സമയത്ത് എസ് ഡി വിനേക്കാളും കുറഞ്ഞ വിലക്ക് കൺസിഡറേഷനായി വാങ്ങിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമ്മൾ എസ് ഡി ബി ആയിട്ട് എടുക്കണം. എപ്പോൾ നമ്മളെ കൺസിഡറേഷൻ്റെ 105%-നേക്കാളും മുകളിലാണ് എസ് ഡി വി എങ്കിൽ എസ് ഡി വി ആയിരിക്കും എന്ത്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അല്ലെങ്കിൽ അല്ല, നമ്മളെ കൺസിഡറേഷൻ്റെ 105%-നേക്കാളും കുറവാണ് ആര് എസ് ഡി വി എങ്കിൽ നമുക്ക് ആര് തന്നെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കുക, കൺസിഡറേഷൻ തന്നെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കുക എന്ന് പറയുന്ന റൂളാണ് 50C. അപ്പോൾ അപ്പാരൻ്റ്ലി 43CAയും 50Cയും യാതൊരു ഡിഫറൻസും ഇല്ല. 43CA ബിസിനസ് ചെയ്യുമ്പോഴാണ് 43C ആപ്ലിക്കബിൾ ആവുക. 50C എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുക? നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടല്ലാതെ നിങ്ങളൊക്കെ ഫോർ എക്സാമ്പിൾ നിങ്ങളോ നിങ്ങളെ ഫാദറോ മദറോ നിങ്ങളെ പേരിൽ പ്രോപ്പർട്ടി എടുത്ത് സെല്ല് ചെയ്യുമ്പോൾ, ഇമോബിൾ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുമ്പോൾ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ടാവും. അതിനേക്കാൾ കുറഞ്ഞ വില നിങ്ങൾ കൺസെഷനായിട്ട് കാണിക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂൻ്റെ ഇംപ്ലിക്കേഷൻസ് വരുന്ന സെക്ഷനാണ് സെക്ഷൻ 50C. ഇനി അവിടെ 43CAയിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി, അത് ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഇതേ പ്രൊവിഷൻ തന്നെ നമുക്ക് എവിടെയും വരുന്നുണ്ട്. നമുക്ക് 56(210) എന്ന് പറഞ്ഞിട്ട് IF വോയ്സിലും വരുന്നുണ്ട്. നമ്മൾ അതും കവറപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ റൂള് പഠിച്ചു വെച്ചാൽ 3 ഉപയോഗമാണ്, രണ്ടുണ്ട് കാര്യം എന്നല്ല, 3 കാര്യം. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻസ് ഒന്ന് മൈൻഡ് ചെയ്യുക. അതിനൊരു ഷോർട്ട് കട്ട് പറഞ്ഞാൽ 43CA എന്ന് പറയുമ്പോൾ ആദ്യം പി ജി ബി പി, അപ്പോൾ പി ജി ബി പി. 50C എന്ന് പറഞ്ഞാൽ ഏത്, നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ. പിന്നെ എന്താ പറയുക വെച്ചാൽ നമ്മൾ പലപ്പോഴും ഫോർ എക്സാമ്പിൾ ഞാനൊരു ലാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാൻഡ് വിൽക്കാൻ വേണ്ടിയിട്ട്, അത് പി ജി ബി പിൻ്റെ ഭാഗമായിക്കോട്ടെ അതോ ക്യാപിറ്റൽ ഗെയിൻ്റെ ഭാഗമായിക്കോട്ടെ, നമ്മൾ ലാൻഡ് വാങ്ങുമ്പോൾ ആദ്യം എഗ്രിമെൻറ്റ് ഉണ്ടാക്കും. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ രജിസ്ട്രേഷനൊക്കെ ചെയ്യുക. അപ്പോൾ ജാനുവരി 1 ഞാൻ എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയ സമയത്ത് ഈ പ്രോപ്പർട്ടിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 100 ആയിരുന്നു. പിന്നെ മാർച്ച് 31 നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയത്. അപ്പോൾ രജിസ്ട്രേഷൻ നടക്കുമ്പോഴാണ് ആക്ച്വലി ട്രാൻസ്ഫർ നടക്കുന്നത്. പക്ഷേ എഗ്രിമെൻറ്റ് ഓൾറെഡി എന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, ജനുവരി 1 നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജനുവരി 1 നമ്മൾ എഗ്രിമെൻറ്റിൽ എത്തിയപ്പോൾ, പാർട്ടി സെല്ലറും ബയറും തമ്മിൽ എഗ്രിമെൻറ്റിൽ എത്തിയപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 100 ആയിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ മാർച്ച് എത്തിയപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 110 ആയി. അപ്പോൾ ഈ കേസിൽ നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കേണ്ടത് എഗ്രിമെൻറ്റിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണോ എടുക്കേണ്ടത് ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷന്, അതോ നമ്മൾ രജിസ്ട്രേഷൻ ടൈമിലില്ല 110 ആണോ എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇവിടെ അസസിക്ക് ഏതാണ് ബെനിഫിഷ്യൽ, രജിസ്ട്രേഷൻ എടുക്കണമാണോ അതോ എന്താ പറയുക നമ്മുടെ എഗ്രിമെൻറ്റ് എടുക്കേണ്ടതാണോ നല്ലത്? കാരണം എഗ്രിമെൻ്റ് ആയിരിക്കും ആദ്യം, പിന്നീടാണ് രജിസ്ട്രേഷൻ വരിക. അപ്പോൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിലേ ആവുന്നതോറും മുന്നോട്ട് പോകുന്നതോറും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കുറയാണോ ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ത് ചെയ്യും, കൂടും. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കൂടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യും, കൂടും. ക്യാപിറ്റൽ ഗെയിൻ കൂടിയാൽ ടാക്സ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അസസിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ അല്ല, അല്ലെങ്കിൽ അസസിനെ എന്താ പറയുക ഡീമെറിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വൈസ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എന്ത്, നമ്മൾ എഗ്രിമെൻറ്റിൻ്റെ സമയത്തിലെ എസ് ഡി വിയും അതുപോലെ നമ്മുടെ ഏതിൻ്റെ സമയത്തിലെ എസ് ഡി വിയും നമ്മുടെ രജിസ്ട്രേഷൻ സമയത്തിലെ എസ് ഡി വിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇൻകം ടാക്സ് റിലാക്സേഷൻ തന്നു. ഇതാണ് നിനക്ക് എഗ്രിമെൻറ്റിൻ്റെ സമയത്തുള്ള എസ് ഡി വി നിനക്ക് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. നമ്മൾ 100 എടുക്കാം, രജിസ്ട്രേഷൻ സമയത്തിൽ 110 എടുക്കണ്ട. എങ്കിൽ എങ്ങനെ കണ്ടീഷൻ പറയുന്നതാണ്, നമ്മൾ ഈ സെയിൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് സെല്ലർക്കാണല്ലോ ക്യാപിറ്റൽ ഗെയിൻ, സെല്ലർക്ക് വല്ല പേയ്മെൻറ്റും ഈ കൺസിഡറേഷൻ ഈ സ്ഥലത്തിന് കൊടുക്കേണ്ട പൈസ അക്കൗണ്ട് പേയ് ചെക്ക്, അക്കൗണ്ട് പേയ് ഡ്രാഫ്റ്റ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ത്രൂ അതർ പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് മോഡിലൂടെ വല്ല അഡ്വാൻസ് പൈസയും കൊടുത്തിട്ടുണ്ട്, ക്യാഷ് ആയിട്ടോ അതോ വേറെ ഏതെങ്കിലും ബെയർ ചെക്കായിട്ട് കൊടുത്താലൊന്നും പറ്റില്ല. നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ ഡേറ്റിൽ എഗ്രിമെൻറ്റിൻ്റെ എസ് ഡി വി നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്, സെല്ലർക്ക് പൈസ കൊടുത്തിരിക്കണം പ്രിസ്ക്രൈബ്ഡ് മോഡിൽ. എത്രയായാലും കുഴപ്പമില്ല, ഫുള്ള് പൈസ കൊടുക്കണമെന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ 100 കോടിൻ്റെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 2 കോടി കൊടുത്താൽ മതി, കുഴപ്പമില്ല. അത് എത്രയാവാം, പൈസ ഒരു പാർട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നത് പ്രിസ്ക്രൈബ്ഡ് മോഡിലാവണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എസ് ഡി വി നമ്മൾ എടുക്കേണ്ടത് അറ്റ് ദ ടൈം ഓഫ് എഗ്രിമെൻ്റ് ആണോ, അല്ലെങ്കിൽ എസ് ഡി വി അറ്റ് ദ ടൈം ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻ്റ് ആണോ, അതോ എസ് ഡി വി ഓൺ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആണോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ, എന്താണ് കണ്ടീഷൻ, രജിസ്ട്രേഷൻ സമയത്തല്ല എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് നമ്മുടെ സെല്ലർക്ക് പ്രിസ്ക്രൈബ്ഡ് മോഡിൽ എന്ന് പറഞ്ഞാൽ സ്കൈ ബ്ലൂ കേട്ടോ, പ്രിസ്ക്രൈബ്ഡ് മോഡിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടതാണ്, പി ജി ബി പിയിലൊന്നും കാണാൻ എവിടെയും ബാക്കിയില്ല, അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയാത്തത്. അപ്പോൾ ഈ പ്രിസ്ക്രൈബ്ഡ് മോഡിൽ പേയ്മെൻറ്റ് വല്ലതും സെല്ലർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെല്ലർക്ക് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഡേറ്റിൻ്റെ എസ് ഡി വി എടുക്കാൻ പറ്റും,
ഏത് ഡേറ്റിൻ്റെ എസ് ടി വി എടുക്കാൻ പറ്റും? എഗ്രിമെൻറ്റ് ഡേറ്റിൻ്റെ എസ് ടി വി എടുക്കാൻ പറ്റും. അല്ലാതെ ഏത് ഡേറ്റിന് എടുക്കേണ്ട ആവശ്യമില്ല, രജിസ്ട്രേഷൻ ഡേറ്റിൻ്റെ എസ് ടി വി എടുക്കേണ്ട ആവശ്യമില്ല. ഏതാണ് ആദ്യം വരിക? രജിസ്ട്രേഷൻ ഡേറ്റ് അല്ല, എഗ്രിമെൻറ്റ് ഡേറ്റ് ആണ്. പിന്നീട് വരിക രജിസ്ട്രേഷൻ ഡേറ്റ് ആണ്. അപ്പോൾ എസ് ഡി വി ഏതായിരിക്കും കൂടുതൽ ഉണ്ടാവുക? എഗ്രിമെൻ്റ് ആണോ എസ് ഡി വി ആണോ? ഉറപ്പായിട്ടും ഏതായിരിക്കും? എസ് ഡി വി എഗ്രിമെൻ്റ് ആണോ അതോ നമ്മുടെ രജിസ്ട്രേഷൻ ആണോ? രജിസ്ട്രേഷൻ ആയിരിക്കും. അപ്പോൾ അസസിക്ക് കുറഞ്ഞ എസ് ഡി വി ഉള്ള എഗ്രിമെൻറ്റ് എസ് ഡി വി എടുക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്യേണ്ടത് ബയറെ കൊണ്ട് കുറച്ച് പേയ്മെൻറ്റ് എന്ത് ചെയ്യുക? പ്രിസ്ക്രൈബ്ഡ് മോഡിൽ അടപ്പിക്കുക. അങ്ങനെ ചെയ്താൽ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്നും ഒഴിവാകാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ പറയുന്നത്, അപ്പോൾ ഇത്രയുള്ള കേസിൽ അപ്പോൾ ഇത് പ്രോബ്ലത്തിൽ ഈ ഞാൻ പറഞ്ഞ പ്രൊവിഷൻ വെദർ എസ് ഡി വി ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ് ഓർ എസ് ഡി വി ഓൺ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ളത് 43 CA PGBPക്കും അതുപോലെ തന്നെ 50 C ക്യാപിറ്റൽ ഗെയിനും ഒരുപോലെ അപ്ലിക്കബിൾ ആണ് കേട്ടോ. അഡ്വാൻസ് മണി ഫോർഫീറ്റഡ്, ടോക്കൺ മണി. ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ നിങ്ങൾ സ്ഥലം വാങ്ങുമ്പോൾ നിങ്ങൾ ആ സ്ഥലം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഡ്വാൻസ് കൊടുക്കും. പിന്നെ അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടാവും, സാധാരണ എല്ലാവരും വെക്കുന്ന കാര്യമാണ്. ഈ അഡ്വാൻസ് റീഫണ്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ സ്ഥലം നീ എടുത്തില്ലെങ്കിൽ അഡ്വാൻസ് നിനക്ക് തിരിച്ച് തരില്ല എന്നുള്ളൊരു കാര്യം പറയും. അങ്ങനത്തെ എമൗണ്ടിനെ പറയുന്ന പേരാണ് അഡ്വാൻസ് മണി ഫോർഫീറ്റഡ്. നിങ്ങൾ നല്ലൊരു അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു, 2012 ഒരാൾ വന്ന് സ്ഥലം കണ്ട് അയാൾ അഡ്വാൻസ് വന്ന് പോയി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്ഥലം വാങ്ങിയില്ലെങ്കിൽ അഡ്വാൻസ് തിരിച്ച് തരൂല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ നമ്മൾ ഉറപ്പിച്ച വില ഒരു 10 ലക്ഷമാണ്, അയാളൊരു 50,000 രൂപ അഡ്വാൻസ് വന്ന് പോയി. അപ്പോൾ അയാൾ സ്ഥലം വാങ്ങാൻ പിന്നീട് വന്നില്ല. അപ്പോൾ ഈ അഡ്വാൻസ് മണി ആർക്ക് കിട്ടി? നിനക്ക് കിട്ടി. അപ്പോൾ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിനക്കത് എന്താണ്? ഇങ്കാണ്. അപ്പോൾ 1/4/2014 മുന്നെയാണ്, ഡേറ്റ് നോക്കുക, 1/4/2014 മുന്നേ, 1/4/2014 മുന്നെയാണ് ഇങ്ങനെ നീ അഡ്വാൻസ് മണി നീ ഫോർഫീറ്റ് ചെയ്ത്. അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പേരൊക്കെ കേട്ടാൽ പേടിയാവും. ഒന്നുമില്ല, അഡ്വാൻസ് മണി നിനക്ക് കിട്ടിയിട്ടേ അത് പിന്നെ നീ കൈവശം വെച്ചു, നീ അവന് കൊടുക്കൂല, അതാണ് അഡ്വാൻസ് മണി ഫോർഫീറ്റഡ്. അങ്ങനെ നീ അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ സ്ഥലം നീ പിന്നീട് ഒരു നാൾ വരും എന്ന് പറയില്ല, അതേപോലെ പിന്നീട് എന്തെങ്കിലും നീ സെല്ല് ചെയ്യൂലേ, സെല്ല് ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ സ്ഥലത്തിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റിന് നീ എന്ത് ചെയ്യണം? ഈ 50,000 കുറക്കണം. അപ്പോൾ കോസ്റ്റിന് 50,000 കുറക്കുക എന്ന് പറയുമ്പോൾ കോസ്റ്റ് കുറയും. കോസ്റ്റ് കുറയാന്ന് പറഞ്ഞാൽ ഗെയിന് കൂടുക എന്ന് പറയുമ്പോൾ ടാക്സ് കൂടും. അപ്പോൾ ഇത് നേരിട്ട് ഇൻകമായിട്ട് ടാക്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്തെന്ന് കുറക്കുക? കോസ്റ്റ് കുറച്ചാലും ഗെയിന് കൂടുകയല്ലേ, അത്രേ ഉള്ളൂ. ഇതാണ് ഏത് കഥ? 1/4/2014 മുമ്പല്ല കഥ. എന്നാൽ ഇപ്പോൾ ഉള്ള കഥ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. 1/4/14 ശേഷം അങ്ങനെയല്ല. 1/4/14 ശേഷം നീ ഇങ്ങനെ കുറുക്കുവഴിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പൊന്നുമോനെ, നിനക്ക് വല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾ ഇതാണ് കേട്ടോ. നിനക്ക് വല്ല അഡ്വാൻസും കിട്ടിയിട്ട് നീ ഫോർഫീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ട്രാൻസ്ഫർ നടക്കണില്ലല്ലോ. അപ്പോൾ ട്രാൻസ്ഫർ നടക്കുന്നില്ല. അങ്ങനെ നിനക്ക് വല്ല ഫോർഫീച്ചറും നിനക്ക് വല്ല ടോക്കൺ അഡ്വാൻസും കിട്ടിയിട്ട് നീ തിരിച്ചു കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് നീ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നിൻ്റെ ഇൻകം ഫ്രം അതർ സോഴ്സായിട്ട് ഏത് വർഷമാണോ നീ ഇത് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാതെ ഫോർഫീറ്റ് ചെയ്തത്, ആ വർഷം നിൻ്റെ ഇൻകം ഫ്രം അതർ സോഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. സോ ക്യാപിറ്റൽ ഗെയിനിൽ വലിയൊരു ഏരിയ നമ്മൾ അതിമനോഹരമായിട്ട് കവറപ്പ് ചെയ്ത് വന്നു. ഇനി ആകെ ഓൾമോസ്റ്റ് 7-8 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആകെ ഒരു എക്സംഷൻസിൻ്റെ വരെയും ടാക്സ് റേറ്റിൻ്റെ ഒരു ഏരിയയും കൂടെ ഉള്ളൂ. എക്സംഷൻസ് ഞാൻ കൂടുതലായിട്ട് കവർ ചെയ്യുന്നില്ല. എന്താണ് എക്സംഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, എക്സംഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സംഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ഇൻകംസ് ആർ നോട്ട് കൺസിഡർഡ് ആസ് ഇൻകംസ്. എക്സെപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ആ ഇൻകം നമ്മൾ ഇൻകം ടാക്സിൽ ഇൻകമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല, അങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഹെഡിനുള്ളിൽ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അപ്പോൾ ഈ എക്സംഷൻ പ്രകാരം നമുക്ക് ഉണ്ടാവുന്ന ഇൻകങ്ങൾ നമ്മളെ ഇൻകമായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യൂല. എന്ന് പറഞ്ഞാൽ ഇത് ഗെയിൻ അല്ലാത്തതുകൊണ്ട് ഇത് ഇൻകം അല്ലാത്തതുകൊണ്ട് ഇത് ടാക്സ് കൊടുക്കണ്ട. അങ്ങനത്തെ ഗെയിൻ ഏതൊക്കെയെന്നില്ലാണ് നമ്മൾ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഈ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ പഠിച്ചാലേ നമുക്ക് ഈ ക്യാപിറ്റൽ ഗെയിനിൽ അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ഗെയിനുകൾ വരുന്ന സമയത്ത് നമുക്ക് ടാക്സ് വരില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീട് ഞാൻ വിറ്റത് എൻ്റെ കയ്യിൽ ആകെ കടക്ക് കുത്തി, എന്താ പറയുക, കയ്യിൽ ആകെ പാപ്പരായി. ഇനി വേറൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ വീട് 2 നില വീട് വിറ്റ് ഇനി 1 നില വീട് വാങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ 2 നില വീട് 2 സ്റ്റോറി ബിൽഡിങ് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ട്രാൻസ്ഫറാണ്, ക്യാപിറ്റൽ അസറ്റാണ്, എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുമല്ലോ. ഞാൻ കഴിയുമ്പോൾ ടാക്സും അടക്കണം. പിന്നെ ടാക്സൊക്കെ അടച്ചിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് ഞാൻ വീട് വെക്കും വേണം. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ജസ്റ്റ് എന്താ പറയുക, നമ്മളെ അസസീസിന് ഒരുപാട് എന്താ പറയുക സഫറിങ്സ് ഉണ്ടാവില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ. അതേപോലെ നിങ്ങളെ റോഡ് വന്നപ്പോൾ നിങ്ങളെ സ്ഥലം കമ്പൽസറി അക്വയർ ചെയ്തു, നിങ്ങൾ സ്ഥലമില്ലാത്ത ആളായി. ആ സമയത്തും വന്നിട്ട് പൊന്നുമോനെ ക്യാപിറ്റൽ ഗെയിൻ അടക്കടാ, അല്ലേ? കമ്പൽസറി അക്വസിഷൻ ട്രാൻസ്ഫറാണ്, ക്യാപിറ്റൽ ഗെയിൻ അടക്കണം. നമ്മൾ പഠിച്ചുള്ളൂ 45(1) നമ്മൾ എക്സെപ്ഷനായിട്ട് പഠിച്ചു. എപ്പോഴാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുമ്പോൾ ടാക്സ് അടക്കേണ്ടത്? കമ്പൽസറി അക്വസിഷൻ ആണെങ്കിൽ പൈസ കിട്ടിയാൽ ടാക്സ് അടക്കണം, എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടിയാലും ടാക്സ് അടക്കണം. ഇനി അതിമൊരു ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ വരാണ്ട് അപ്പോഴും ടാക്സ് ഇല്ലാത്ത പരിപാടിയില്ല. അപ്പോൾ അങ്ങനെ ഇടിപെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നൊരു അവസ്ഥ ആവില്ലേ കമ്പൽസറി അക്വസിഷൻ ഉണ്ടായിട്ട് ടാക്സ് കടപ്പിക്കുക എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കേസുകളിലൊക്കെ, എമർജൻസി കേസുകളിലൊക്കെ ഗവൺമെൻറ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സംഷൻസ് തരുന്നുണ്ട്. അപ്പോൾ ആ എക്സംഷൻസാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? 1 by 1 ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻ.
സോ ഒന്നാമത്തത് ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ്. നമ്മൾ താമസിക്കുന്ന വീട് വിറ്റ് ആയി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവുന്ന എക്സംഷനാണ്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. യു ക്യാൻ സ്ക്രീൻഷോട്ട് ദിസ് ടേബിൾ ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഈസി ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF അവരുടെ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് പറഞ്ഞാൽ വീട്. ആ വീട് എന്ത് ചെയ്തു? വിറ്റു. വീടും സ്ഥലവും വിറ്റിട്ട് പുതിയൊരു വീട് വാങ്ങി. എപ്പോഴാണ് വീട് വാങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള വീട് വിൽക്കണം. ഇപ്പോൾ വീട് 1 ഹൗസ് 1 അവൻ വിറ്റു. ഹൗസ് 1 വിറ്റിട്ട് ഹൗസ് 2 രണ്ടാമത്തെ ഹൗസ് അവൻ വാങ്ങിയത് ഒന്നെങ്കിൽ ഹൗസ് 1 വയ്ക്കുന്നതിന് 1 വർഷം മുന്നേ, അല്ലെങ്കിൽ 2 വർഷം ശേഷം, അല്ലെങ്കിൽ അവന് പുതിയ വീട് ഉണ്ടാക്കി. നമ്മൾ വീട് ഹൗസ് 1 വിറ്റിട്ട് 3 വർഷത്തിനുള്ളിൽ. അങ്ങനെയാണെങ്കിൽ അവനക്ക് എന്ത് കിട്ടും? ഈ എക്സംഷൻ കിട്ടും. ഏത് പ്രകാരമുള്ള എക്സംഷൻ? സെക്ഷൻ 54 പ്രകാരമുള്ള എക്സംഷൻ. പിന്നെ ഇപ്പോൾ നമുക്കറിയാം അപ്പോൾ 3 വർഷത്തിനുള്ളിൽ വീട് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 വർഷം വരെ സമയം വേണം. അപ്പോൾ ഈ വിറ്റ് കിട്ടിയ പൈസ നമുക്ക് 3 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് സ്കീമുണ്ട്. അത് നമ്മൾ FD ഒക്കെ ബാങ്കിൽ ഇടൂലേ, അതേപോലെ നമ്മളൊരു ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ഇട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പൈസ ഇട്ടാലും നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ 3 വർഷം വരെ നമ്മൾ വീട് പൂർത്തിയാക്കി 3ാമത്തെ വർഷമല്ലേ നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ വീട് പണി ഈ വർഷം തന്നെ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്ന പൈസ നമ്മൾ ഈ വർഷം ഇറക്കിയിട്ട് ബാക്കി പൈസ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഇട്ടാലും നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ വീടുണ്ടാക്കിയാൽ നമുക്ക് എക്സംഷൻ കിട്ടുന്ന സെക്ഷനാണ് സെക്ഷൻ 54. ഇങ്ങനെ വീടുണ്ടാക്കിയ രണ്ടാമത്തെ വീടുണ്ടല്ലോ, അത് നമ്മൾ 3 വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താണ് എക്സംഷൻ കിട്ടുക എന്നുള്ളതാണ്. എക്സംഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് എമൗണ്ട് എത്രയാണോ നിനക്ക് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒന്നാമത്തെ വീട് വിറ്റ് രണ്ടാമത്തെ വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ വീട് വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടും. എത്ര രൂപ വരെ? രണ്ടാമത്തെ വീടിന് വേണ്ടി നീ എത്ര പൈസ ചിലവാക്കിയോ, അല്ലെങ്കിൽ രണ്ടാമത്തെ വീട് ഉണ്ടാക്കാൻ വേണ്ടി നീ എത്ര പൈസ ഡെപ്പോസിറ്റ് ചെയ്തോ, ആ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ വരെ നിനക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ഈ എക്സംഷൻ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 54. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ 2 കോടിയേക്കാളും താഴെയാണെങ്കിൽ, ഒന്നാമത്തെ വീട് ഹൗസ് 1 വിറ്റപ്പോൾ ഉണ്ടായ ക്യാപിറ്റൽ ഗെയിൻ 2 കോടിയേക്കാളും താഴെയാണെങ്കിൽ നമുക്ക് 2 വീട് വരെ പർച്ചേസ് ചെയ്യാൻ പറ്റും. 2 ഹൗസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും. അതല്ല നമ്മളെ വീട് ക്യാപിറ്റൽ ഗെയിൻ 2 കോടിയേക്കാളും കൂടുതലാണെങ്കിൽ ഒരു വീട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് അബൌട്ട് സെക്ഷൻ 54. നെക്സ്റ്റ് സെക്ഷൻ 54 സെക്ഷൻ 54B ഐ തിങ്ക്. അതേപോലെ ലെറ്റ് മീ ഗിവ് ആൻ എക്സാമ്പിൾ. സി എന്ന് പറഞ്ഞ ആൾ ഒരു വീട് വാങ്ങി ജൂലൈ 20, 2017 10 ലക്ഷത്തിന്. അതിൽ അഡീഷനൊക്കെ ഉണ്ടാക്കിയാൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നടത്തി 2 ലക്ഷത്തിന്. അവൻ എന്ത് ചെയ്തു? വീട് വിറ്റു 20 ലക്ഷത്തിന് ഏപ്രിൽ 2019. അപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റാണ്. ട്രാൻസ്ഫർ നടന്നു. അപ്പോൾ നമുക്ക് എന്തുണ്ട്? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം വീട് നമ്മൾ പിന്നെ എന്താ വെച്ചാൽ നോക്കണം, നമ്മൾ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ നോക്കണം. കാരണം അതിനനുസരിച്ച് നമുക്ക് ഇൻഡെക്സേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടാക്സ് റേറ്റ് മാറും. അപ്പോൾ ജൂലൈ 20 വാങ്ങിയതാണ്, ഏപ്രിൽ 19 നമ്മൾ വിറ്റത്. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി 2 വർഷം 24 മന്ത്സ് നമ്മൾ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഉണ്ടായാലേ ലോങ് ടൈം ആവുള്ളൂ. അതിൽ താഴെയാണെങ്കിൽ അതെന്താണ്? ഷോർട്ട് ടൈം ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ജൂലൈ 20 ഏപ്രിൽ 2019 ആയപ്പോഴേക്ക് നമ്മൾ സെല്ല് ചെയ്തു. ജൂലൈ 2019 ആയാലേ നമുക്ക് ലോങ് ടൈം ആവുള്ളൂ. അപ്പോൾ അത് ഷോർട്ട് ടൈം ആണ്. അപ്പോൾ ഇൻഡെക്സേഷൻ ഒന്നും വരില്ല. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ ഫോർമുല ഈസ് ഈക്വൽ ടു ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 20 ലാഖാണ്. പിന്നെ അതുപോലെ തന്നെ മൈനസ് കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും. കോസ്റ്റ് ഓഫ് അക്വസിഷൻ 10 ലക്ഷം, കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് പിന്നീട് നമ്മൾ അതിൽ അഡീഷൻ നടത്തിയെന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് 2 ലാഖ്. അപ്പോൾ 10 + 2 12 20 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര? 8 ലാഖ്. ഇതെന്ത് ഗെയിനാണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ്. എങ്ങനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അത്? പീരീഡ് ഓഫ് ഹോൾഡിംഗ് ലെസ് ദാൻ 2 years ആണ്. ഈ പ്രൊസീഡ്സിൽ നിന്ന് നമ്മൾ 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാക്കി 2019. അങ്ങനെയെങ്കിൽ നമ്മുടെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? അപ്പോൾ വീട് വിറ്റു, റെസിഡൻഷ്യൽ വീട് വാങ്ങാൻ എനിക്ക് ചിലവായ പൈസ 5 ലക്ഷമാണ്. അത് നമ്മൾ അതേ വർഷം തന്നെ 2019 സെപ്റ്റംബർ തന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെന്ത് കിട്ടും? നമുക്കതിനെന്ത് കിട്ടണം? എക്സംഷൻ കിട്ടണം. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്കിവിടെ ഉണ്ടായ ഗെയിൻ ഏതാണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ്. നമുക്കിവിടെ അറിയാം സെക്ഷൻ 54F നമുക്ക് ഏത് ഗെയിൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എക്സംഷൻ കിട്ടുക? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുമ്പോഴാണ് സെക്ഷൻ 54 എക്സംഷൻ കിട്ടുക. ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. അതിൽ നിന്ന് നമുക്കുണ്ടായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ്. കിട്ടിയോ? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനാണ് എക്സംഷൻ 54. ഇവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണ് സെല്ല് ചെയ്തത്. ഇവിടെ ഉണ്ടായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ്. അപ്പോൾ എക്സംഷൻ കിട്ടുമോ? കിട്ടൂല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ 54 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണില്ല, അതുകൊണ്ട് എക്സംഷൻ കിട്ടൂല. ഇനി സെക്ഷൻ 54F റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് നമുക്കറിയാം ക്യാപിറ്റൽ അസറ്റ് അല്ല. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് 214 സെക്ഷൻ ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു അർബൻ അഗ്രികൾച്ചർ ലാൻഡ് നിങ്ങൾ വിറ്റു.
എന്നിട്ട് വേറെ അർബൻ അപ്പോൾ ആ ലാൻഡ് 1 അഗ്രികൾച്ചർ ലാൻഡ് 1 വിറ്റിട്ട് അഗ്രികൾച്ചർ ലാൻഡ് 2 വാങ്ങുകയാണെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡ് 1 ഏത് അഗ്രികൾച്ചർ ലാൻഡ് 1 അർബൻ അഗ്രികൾച്ചർ ലാൻഡ് 1 വിറ്റപ്പോൾ ഉണ്ടായ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടും എന്ന് പറഞ്ഞ സെക്ഷനാണ് സെക്ഷൻ 54B. അപ്പോൾ ഇവിടെ പലർക്കും ഉണ്ടാവുന്ന സംശയം, സാറേ ഇവിടെ എന്തുകൊണ്ട് അർബൻ അഗ്രികൾച്ചർ ലാൻഡ് മാത്രം പറഞ്ഞത്? എടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അഗ്രികൾച്ചർ ലാൻഡ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തൊരു സാധനം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് അർബൻ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞത്. അപ്പോൾ ഇൻഡിവിജ്വൽ HUFO അവനൊരു അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റു. എങ്ങനത്തെ അർബൻ അഗ്രികൾച്ചർ ലാൻഡാന്ന് പറഞ്ഞാൽ അവനോ അവൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അവൻ്റെ രക്ഷിതാക്കളോ 2 വർഷമായിട്ട് അവിടെ കൃഷിക്ക് കിട്ടോ, അല്ലാതെ അവിടെ ടർഫ് ഫുട്ബോളല്ല, ഓക്കെ, അല്ലെങ്കിൽ ചപ്പാത്തി കമ്പനി ഒന്നല്ല, അവിടെ കൃഷി ഫാമിങ്ങിന് യൂസ് ചെയ്തു 2 വർഷം മിനിമം. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അർബൻ അഗ്രികൾച്ചർ ലാൻഡ് അവന് വിറ്റതിന് ശേഷം അവൻ 2 വർഷത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ അവൻ പുതിയൊരു അഗ്രികൾച്ചർ ലാൻഡ് എന്ത് ചെയ്തു? വാങ്ങി. വാങ്ങുന്ന അഗ്രികൾച്ചർ ലാൻഡ് വിൽക്കുന്നത് അർബനാണ്, പക്ഷേ വാങ്ങുന്നത് അർബനോ റൂറലോ ആവാം. അങ്ങനെയെങ്കിൽ അവൻ ആദ്യത്തെ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റപ്പോൾ ഉണ്ടായ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടും. ഏത് വരെ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണോ പുതിയ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അവന് ചിലവായത് ആ പൈസ വരെ അവനെന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ പുതിയ വാങ്ങിയ ലാൻഡേ എന്ത് ചെയ്യരുത്? അടുത്ത 3 വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കളിക്കാനുള്ള സാധനമല്ല. ഓക്കെ, അതാണ് സെക്ഷൻ 54B. നമ്മൾ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക. നെക്സ്റ്റ് 54D പറയുന്നത്, അതുപോലെ തന്നെ 54EC പറയുന്നത്. ഞാൻ ഈ ടാബിളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുതരാം. യു ക്യാൻ ടേക്ക് സ്ക്രീൻഷോട്ട് ഓഫ് ദ സെയിം ആൻഡ് യു ക്യാൻ റീഡ് ഇറ്റ് ഔട്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഇറ്റ്സ് ഈസി. അപ്പോൾ വി ആർ ഗോയിങ് ടു സേ അഡിയു ടു ദ ചാപ്റ്റർ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ അതിന് മുന്നേ നമുക്കിനി അത് പ്രധാനപ്പെട്ട വേറെ ഒരു 2 സെക്ഷൻ കൂടെ ഉണ്ട്. 54EE അതുപോലെ തന്നെ 54F. ഇത് നിങ്ങൾക്ക് റീഡബിളാണ്, റീഡ് ചെയ്താൽ തന്നെ മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. എനി കേസ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. മെനി ഓഫ് യു ആർ ആസ്കിങ് സൂപ്പർ ഡൗട്ട്സ് ആൻഡ് ആൾവേസ് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരും. റെഫറൻസ് ടു വാല്യുവേഷൻ ഓഫീസർ ഞാൻ പറയുന്നില്ല. ടാക്സ് റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നോർമൽ ടാക്സ് റേറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഇൻഡിവിജ്വലിന് സ്ലാബ് റേറ്റാണ്, HUFനും സ്ലാബ് റേറ്റാണ്, അതുപോലെ തന്നെ കമ്പനിക്ക് ഫ്ലാറ്റ് റേറ്റാണ്, ബാക്കിയുള്ള അസസീസിനൊക്കെ ഫ്ലാറ്റ് റേറ്റാണ്, സർചാർജ് ഉണ്ട്, HEC ഉണ്ട്, ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഇതൊക്കെ നമ്മൾ തറവായിട്ട് ഡിസ്കസ് ചെയ്താണ് ബേസിക് കൺസെപ്റ്റിൻ്റെ ചാപ്റ്ററിൽ. അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കുക. ഫൈൻ. ഇനി ആ സമയത്ത് നമ്മൾ പറഞ്ഞു ദർ ആർ സം ഇൻകംസ് വിച്ച് ആർ ടാക്സ് റേറ്റ് സ്പെഷ്യൽ റേറ്റ്. നോർമൽ നമ്മുടെ സ്ലാബ് റേറ്റിലല്ലാതെ ചില ഇൻകങ്ങൾക്ക് സ്പെഷ്യൽ റേറ്റിൽ നമ്മൾ ടാക്സ് ചെയ്യും. അത് വരുന്നത് ആക്ച്വലി നമ്മുടെ അവസാനത്തെ 2 ഹെഡായ ക്യാപിറ്റൽ ഗെയിനിലും അതുപോലെ തന്നെ ഏതിലുമാണ്? നമ്മുടെ PGBPയിലുമാണ്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടു നമ്മൾ ക്യാപിറ്റൽ ഗെയിന് 2ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ അസറ്റുകളെ ഷോർട്ട് ടേം ലോങ് ടേം നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഒരു റെലവൻസ് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മളിവിടെ ഇൻഡെക്സേഷൻ എന്നൊരു പോയിന്റിൽ മാത്രമാണ്. പക്ഷേ മറ്റൊരു പോയിന്റിലും കൂടെ ഉണ്ട് നമ്മൾ ടാക്സ് റേറ്റിൽ. ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് 2 ആളുകളെ വരുള്ളൂ. ഒന്ന് ലോങ് ടേമും ഷോർട്ട് ടേമും. ലോങ് ടേം ഗെയിൻ ആവാം, ഷോർട്ട് ടേം ഗെയിൻ ആവാം, അല്ലെങ്കിൽ ലോങ് ടേം ലോസ് ആവാം, ഷോർട്ട് ടേം ലോസ് ആവാം. അപ്പോൾ ലോസ് അവിടെ നമുക്ക് വിടാം, നമുക്ക് സെറ്റ് ഓഫിലേ വരുന്നുള്ളൂ. നമുക്കിവിടെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം ഗെയിൻ ആവാം, ലോങ് ടേം ഗെയിൻ ആവാം. ഈ 2 ഗെയിനുകളെ നമ്മൾ ഒരേപോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഒരേ ടാക്സ് റേറ്റിലല്ല നമ്മൾ ഇതിനെ ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് റേറ്റ് എങ്ങനെയെന്നില്ല നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ സെക്ഷൻ 111A ഫേമസ് സെക്ഷൻ 111A മറക്കരുത്. നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഏതെന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയ വെച്ചാൽ ഇക്വിറ്റി ഷെയറോ അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് യൂണിറ്റോ, ഇക്വിറ്റി ഓറിയൻറ്റഡ് യൂണിറ്റ് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ ഇക്വിറ്റി ഓറിയൻറ്റഡ് യൂണിറ്റോ നമ്മൾ വിറ്റപ്പോൾ ഉണ്ടായ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമേ നമ്മുടെ ടാക്സ് എന്ന് പറഞ്ഞാൽ 15% ആണ്. ആ ഷോർട്ട് ടൈം ക്യാപിറ്റലിന് 15%. അപ്പോൾ ഇത്രേ ഉള്ളൂ. ലിസ്റ്റഡ് ഷെയർ, ലിസ്റ്റഡ് ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് നമ്മൾ വിറ്റപ്പോൾ കിട്ടിയ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് സെക്ഷൻ 111A പ്രകാരം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ്റെ 15%. അല്ലാത്ത ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നോർമൽ റേറ്റിൽ ടാക്സ് ചെയ്യുക. നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ആ അസസിക്ക് എന്താണോ, ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവൻ്റെ സ്ലാബ് റേറ്റിൽ, കമ്പനി ആണെങ്കിൽ അവൻ്റെ 30%, 25%, അല്ലെങ്കിൽ ഫോറിനാണെങ്കിൽ 40% ആ റേറ്റിൽ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് ഇക്വിറ്റി ഷെയറോ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ആണെങ്കിൽ 15% ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ചെയ്യും. 111A സെക്ഷൻ 111A മറക്കരുത്. അതേഴ്സ് നോർമൽ റേറ്റ്. ഇനി നമ്മളെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ, അപ്പോൾ ഷോർട്ട് ടൈം ഓക്കെ കേട്ടോ, എല്ലാം തീരുമാനമായി. അപ്പോൾ അപ്പോൾ ലോങ് ടേം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി എത്ര രൂപയ്ക്ക് അധികം എന്നറിയോ? 1 ലാഖിനേക്കാളും അധികം. 1 ലാഖിനേക്കാളും എക്സസ് ആയിക്കാണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. എപ്പോഴാണ് ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ
ഇക്വിറ്റി ഷെയറോ അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ടിലെ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടോ അല്ലെങ്കിൽ ബിസിനസ് ട്രസ്റ്റിൻ്റെ യൂണിറ്റോ നമ്മൾ സെല് ചെയ്തപ്പോഴാണ് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് ഷെയറോ ലിസ്റ്റഡ് ഇക്വിറ്റി ഓറിയൻറ്റഡ് യൂണിറ്റോ ബിസിനസ് ട്രസ്റ്റ് യൂണിറ്റോ സെല് ചെയ്തപ്പോൾ നമുക്ക് 1 ലാഖിനേക്കാളും കൂടുതൽ നമുക്ക് എന്തുണ്ടായി, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ. ഏത് ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? ലോങ് ടേം. ഷോർട്ട് ടേം ആണെങ്കിൽ ഇവിടെ 111A വരും കേട്ടോ. അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ഉണ്ടായി കഴിഞ്ഞാൽ 112A പ്രകാരം, ഇവിടെ 111A, ഇവിടെ 112A, ഓക്കെ, 112A പ്രകാരം അതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10% കാരണം. അല്ലാത്ത എല്ലാ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും 20%ലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. അതർ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ 20%ലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. സോ ദാറ്റ്സ് അബൌട്ട് റേറ്റ്. എല്ലായിടത്തും ഇക്വിറ്റി ഷെയറുമായി ബന്ധപ്പെട്ട് 2 റേറ്റ് പറയുന്നുണ്ട്, ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും. ഷോർട്ട് ടൈമിൽ 111A 15, ലോങ് ടൈമിൽ 112A 10%. ഷോർട്ട് ടൈമിൽ അതേഴ്സിന് നോർമൽ റേറ്റ്, ലോങ് ടൈമിൽ അതേഴ്സിനോ 20%. അപ്പോൾ സ്ഥലമൊക്കെ വിറ്റാൽ ലോങ് ടൈം ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ടാക്സ് റേറ്റ് വരിക? 20%. സോ ദാറ്റ്സ് അബൌട്ട് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിലെ ചാപ്റ്റർ ഫോർ ദ ടൈം ബീയിങ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയയും ഒരു 2 hours സെഷനിൽ നമ്മൾ കവർ അപ്പ് ചെയ്തിട്ടുണ്ട്. ഐ നോ ഇറ്റ് ഈസ് നോട്ട് ആഡിക്വേറ്റ്, ബട്ട് യു വിൽ ഹാവ് എ സൂപ്പർ ഗ്രിപ്പ് once you have researched, once you have listened all these things very carefully. അപ്പോൾ പഴയ പോലെ തന്നെ എനി ഡൗട്ട്സ് പ്ലീസ് കോൺടാക്ട് മൈ നമ്പർ, ഐ ഹാവ് പ്രൊവൈഡഡ് ഇറ്റ് ഹിയർ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഏരിയാസും കൂടെ ഉള്ളൂ, അപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമ്മുടെ IFOS ചാപ്റ്ററും വിൽ ബി കമ്മിങ്. സോ നമ്മൾ ഏറ്റവും ഒരു ജയൻറ്റ് ചാപ്റ്റേഴ്സ് തന്നെ പറയാം. ക്യാപിറ്റൽ ഗെയിനും PGBPയും വി ഹാവ് ഡൺ വിത്ത്. സോ ദ ഓൺലി ഇനി ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ റിമൈനിങ് IFOS മാത്രമാണ്. സോ സ്റ്റഡി വെൽ, ഹാവ് എ നൈസ് ലേണിംഗ് ടൈം. ബൈ.